ഓക്കെ, ഇനി നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കലിലെ ഒരു ചെറിയൊരു പാർട്ട് മാത്രം പഠിക്കാനുണ്ട്. കാരണം നമുക്ക് ഗോസസ് ലോയുടെ ഒരു കുറച്ചുകൂടെ ഗോസസ് ലോ ഇൻ ഡിഫറൻഷ്യൽ ഫോം നമ്മൾ പഠിച്ചു. ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ എന്ന് പറയുന്ന ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ആക്ച്വലി ആദ്യം എടുത്തത് ഒരു സ്പെറിക്കൽ സർഫസ് എടുത്തിട്ടാണ് നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്ന ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡൈവേർജൻസ് നമ്മൾ ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ പോർഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഗോസസ് ലോയുടെ കാൽക്കുലേഷൻ, അതായത് നമ്മൾ പഠിച്ച ഗോസസ് ലോ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ. ഇതാണ് നമ്മുടെ ഗോസസ് ലോയുടെ ഡിഫറൻഷ്യൽ ഫോം. ഇവിടെ വരെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചപ്പോൾ നമ്മൾ ചെയ്തത് ഈ ഡെൽ ഡോട്ട് ഇ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് കാൽക്കുലേറ്റ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്നുള്ള ഫോമിലേക്കാണ് നമ്മൾ കൊണ്ടെത്തിച്ചത്. എന്നിട്ട് ഇതിൻ്റെ എൽ എച്ച് എസിനെ നമ്മൾ എന്ത് ചെയ്തു, എൽ എച്ച് എസിനെ നമ്മൾ യൂസിങ് ഗോസ് ഡൈവേർജൻസ് തിയറം ഫ്രം മാത്തമാറ്റിക്സ് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ മാറ്റിയിട്ട് ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഇ ഡി ടോ, അതായത് നമ്മൾ ഈ സർഫസ് ഇൻ്റഗ്രലിനെ നമ്മളൊരു വോളിയം ഇൻ്റഗ്രലാക്കി കൺവേർട്ട് ചെയ്തു. അതേപോലെ റൈറ്റ് സൈഡിനെ 1/എപ്സിലോൺ 0 ഇൻ്റഗ്രൽ റോ ഡി ടോ എന്നാക്കി മാറ്റി. അപ്പം അതായത് ചാർജ് ഡെൻസിറ്റിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണല്ലോ, വോളിയം ഇൻ്റഗ്രൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ആൻസർ കിട്ടുക. ഇതിനകത്തുനിന്ന് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 1/എപ്സിലോൺ 0 ടൈംസ് റോ എന്ന് നമ്മൾ കണ്ടെത്തി. ഒരു ഇൻഡയറക്റ്റ് വേയിലാണ് നമ്മൾ പോയത്. ഓക്കെ, നമ്മൾ ഈ സ്ഥാനത്ത് ഇതിനെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഡെൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഡെൽ ഡോട്ട് എങ്ങനെയാണ് ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ടു കാൽക്കുലേറ്റ് ദ ഡൈവേർജൻസ് എന്നുള്ളത് ഡെൽ ഡോട്ട് എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഈയുടെ എക്സ്പ്രഷൻ എനിക്ക് ഡയറക്റ്റ്ലി അറിയാമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈയുടെ എക്സ്പ്രഷൻ 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് പറയുന്നതാണ് എൻ്റെ എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഒരു വെക്റ്റർ ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഡെൽ ഡോട്ട് എനിക്ക് എടുത്താൽ മതിയാവുമല്ലോ. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഓഫ് ദിസ് ആർ എച്ച് എസിലും എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഡെൽ ഡോട്ട് എടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ചെയ്ത് പോവാം. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/4πε0 ദെൻ ഫോർ എ ഫിക്സഡ് ചാർജ് ക്യൂ, ഇത് ഇത്രയും പുറത്ത് വരും. ദെൻ എന്ത് വരും, ഡെൽ ഡോട്ട് ഓഫ് ആർ ക്യാപ്പ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഞാനിതിനെ ആർ സ്ക്വയർ എന്ന് എഴുതുന്നുള്ളൂ. വെറും ആർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, ദാറ്റ് ഈസ് ദ മോഡുലസ് ഓഫ് ആർ. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ എങ്ങനെ മാറ്റി എഴുതി, ഡെൽ ഡോട്ട് ഓഫ് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഈ ഡെൽ ഡോട്ട് ആർ ബൈ ആർ സ്ക്വയർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. ഇത് കണ്ടാൽ ഡൈവേർജൻസ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിലും ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല. അത് നമ്മളൊരു പ്രോബ്ലമായിട്ട് ആക്ച്വലി ചെയ്യേണ്ടതാണ് മാത്തമാറ്റിക്കലിനകത്ത്. വേണമെങ്കിൽ ആ പ്രോബ്ലം ഞാൻ പിന്നീട് തരാം. നമുക്ക് ജസ്റ്റ് ഇത് മാത്രം ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡെൽ ഡോട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ. ഓക്കെ, അത് പോട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ആർ ക്യാപ്പ് എന്ന് പറയും, ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ്, ആർ ക്യാപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, XI പ്ലസ് YJ പ്ലസ് ZK ദെൻ ഡിവൈഡഡ് ബൈ എന്ത് വരും, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ഹോൾ റേസ് ടു റൂട്ട് മാറ്റി കഴിഞ്ഞാൽ ഹോൾ റേസ് ടു 3/2. ഇതാണല്ലോ എന്ത്, ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെൽ ഡോട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരും. നിങ്ങളിത് മാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്, ഈ ആർ ബൈ ആർ സ്ക്വയർ ഫംഗ്ഷനാണ് ആക്ച്വലി നമ്മൾ എവിടെ മാപ്പ് ചെയ്തത്, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈവേർജിങ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ഡൈവേർജൻസ്, നിങ്ങൾക്ക് കണ്ടാൽ എന്തുണ്ട്, ഡൈവേർജൻസ് ഉണ്ട്. മാപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഡൈവേർജൻസ് ഉള്ള ഫംഗ്ഷനാണ്. പക്ഷേ അതിൻ്റെ ഡെൽ ഡോട്ട് ടി നിങ്ങൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഡെൽ എന്ന് പറയുന്നത് I ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് എന്നെടുത്ത് ദെൻ ഇതിനകത്തുനിന്ന് ഓരോന്നിനും ഈ ഫംഗ്ഷൻസ് കൊടുത്താൽ മതി അല്ലേ. XI YJ കൊടുത്ത് നിങ്ങൾ ഡെൽ ഡോട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0 എന്നായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 എന്നായതുകൊണ്ട്, ഓക്കെ, അപ്പം ഈ രീതിയിൽ ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് മാത്തമാറ്റിക്കലി. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ നിങ്ങൾ വീണ്ടും തേർഡ് ഇയറിൽ വേറൊരിടത്ത് വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും പഠിക്കും. ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് ഡെൽറ്റ ഫംഗ്ഷൻ. ഓക്കെ,
അതായത് ആ ഇൻ്റഗ്രലിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു എന്ന് പറയുന്നത് അത്ര കറക്റ്റ് അല്ല. എനിവേ അവിടെയാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യുന്നത് എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഇതുവരെയാണ്. അപ്പോൾ ഡെൽറ്റ ഫംഗ്ഷനാണ്, അവിടെയാണ് നമുക്ക് മാത്തമാറ്റിക്കലിലെ ആ ഡെൽറ്റ ഫംഗ്ഷൻ്റെ പർപ്പസ് ഇലക്ട്രോഡൈനാമിക്സിൽ വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഡെൽറ്റ ഫംഗ്ഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതേ സാധനം നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ വേണ്ടുന്ന സാധനമാണ്. അപ്പോൾ ഡെൽറ്റ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെയാണ്. ഡെൽറ്റ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇഫ് എക്സ്, ഇത് 1 ഡയമെൻഷണൽ ഡെൽറ്റ ഫംഗ്ഷനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ. ഇഫ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഡെഫിനിഷനിൽ ഒരു സാധനം കൂടിയുണ്ട്, ദാറ്റ് ഈസ് -∞ ടു ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡിഫൈനിങ് കണ്ടീഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഓക്കെ. അപ്പോൾ നമുക്ക് അതായത് ഈ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ദർ ഈസ് എ ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസ്. ഓക്കെ, ഇതിനെ നമ്മളൊരു യൂഷ്വൽ ഫംഗ്ഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം മറ്റ് എക്സ് ഈക്വൽ ടു 0 ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയതുകൊണ്ട്. സോ മാത്തമാറ്റിക്കലി ഇതിനെ പറയുക ജനറൽ ഫംഗ്ഷൻ എന്നും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്നൊക്കെയാണ് അറിയപ്പെടുക. ഇതൊരു യൂഷ്വൽ ഫംഗ്ഷൻ അല്ല. ഓക്കെ, കാരണം അറ്റ് എക്സ് ഈക്വൽ ടു 0 അത് ഇൻഫിനിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഏക എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്ന് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ബാക്കി എല്ലായിടത്തും 0 ആണ്. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ കൈൻഡ് ഓഫ് എ സ്പൈക്ക്. അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ ഒരു ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു സ്പൈക്ക് ആയിട്ടായിരിക്കും നമുക്ക് എന്തിനെ കിട്ടുക, ഈ ഡെൽറ്റ ഫംഗ്ഷനെ കിട്ടുക. ബാക്കി എല്ലായിടത്തും ഓക്കെ എക്സ് ഈക്വൽ ടു 0 ഒഴിച്ച് അതിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ മീനിങ് എന്താണ്? ഇത് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ -∞ ടു ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ ഈ ഡെൽറ്റ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ്. അതായത് നിങ്ങൾ ഈ ഏരിയ എല്ലാം കൂടെ ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ആ പീക്കിൻ്റെ ഏരിയ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഏരിയ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, വി കോൾ ഇറ്റ് ആസ് ഡെൽറ്റ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഇതിനൊരു ഫിസിക്കൽ എക്സാമ്പിളായിട്ട് പറയുന്ന സാധനം നമ്മൾ ഈ ഇമ്പൾസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ഒരു മൊമെൻ്ററി ഫോഴ്സ് എന്നൊക്കെ പറയില്ല. അറ്റ് എ പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് ആ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം ഒരു വെരി ഹെവി ഫോഴ്സ് ഉണ്ടാവും, ബാക്കി എല്ലായിടത്തും 0 എന്ന് വരുന്ന കേസുകളിലുള്ള ഫോഴ്സിനെയൊക്കെ നമുക്ക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ കൈൻഡ് ഓഫ് സാധനങ്ങളാണെന്ന് അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ഫോഴ്സസ് ആണെന്ന് പറയാം. ഇതിന് മാത്തമാറ്റിക്കലി വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. n ആൻഡ് 1/n സൈഡായിട്ടുള്ള റെക്റ്റാങ്കിൾസ്. ഓക്കെ, ലെറ്റ് ദർ ഈസ് എ ഫംഗ്ഷൻ Rn ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എന്നും 1/n സൈഡ്സ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾസ്. അതായത് ഇങ്ങനെ വിചാരിക്കുക, ഇത് n ആണെന്ന് വിചാരിക്കുക. ഓക്കെ, n ഹൈറ്റും 1/n വിഡ്ത്തും ഉള്ളതുമായിട്ടുള്ള റെക്റ്റാങ്കിൾസ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം n കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, 1/n, ഇതിപ്പോൾ n കൂട്ടി, ഇത് n-ൻ്റെ ആദ്യത്തെ വാല്യൂ ഇതാണ്, ദെൻ അന്നേരത്തെ 1/n ആണ് എഴുതിയിരിക്കുന്നത്. ഇനി n-ൻ്റെ വാല്യൂ ഞാൻ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് വലുതാവും ഇത് ചെറുതാവും. എപ്പോഴും അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും, 1/n × n ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പം വെൻ ആസ് n ടെൻസ് ടു 0 ഇതെന്ത് സംഭവിക്കും, ദിസ് ബിക്കം എ കൈൻഡ് ഓഫ് എ സ്പൈക്ക്. ഓക്കെ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഡെൽറ്റ ഫംഗ്ഷൻസ് എന്ന് പറയുക. ഇനി ഡെൽറ്റ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ആക്ച്വലി വേണ്ടുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് സം ഡെൽറ്റ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് ഡെൽറ്റ ഫംഗ്ഷൻ എന്തിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു, ഒരു യൂഷ്വൽ ഫംഗ്ഷൻ്റെ കൂടെ. ഓക്കെ, നമ്മുടെ സാധാരണ x² x³ അല്ലെങ്കിൽ 3x ഒരു പോളിനോമിയൽ ആവാം, sin x cos x, ഇങ്ങനെ എന്തെങ്കിലും കൂടെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോഴേ അറിയാം എന്താണ് ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0യിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇതെന്താണ് 0. ദാറ്റ് ഈസ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇഫ് ഇതെന്തായി പോവും, 0 ആയി പോവും. എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ വാട്ട് എവർ ബി ദ എക്സ്, ഓക്കെ, അതർ ദാൻ 0 അല്ലാതെ ഏത് വാല്യൂ വന്നാലും ഇത് മൊത്തം എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി അറ്റ് 0യിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിന് ഇൻഫിനിറ്റി ആണെങ്കിൽ പോലും ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, ഡെൽറ്റ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് 0.
കാരണം ഈ 0 കൊടുക്കുമ്പോൾ മാത്രമേ ആക്ച്വലി നമുക്ക് ഡെൽറ്റ എക്സിന് ഇൻഫിനിറ്റി ആയാലും ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ ഒരു ഇൻ്റഗ്രലിലേക്ക് എഴുതിയാൽ ഇൻ്റഗ്രൽ -∞ to ∞ ഡെൽറ്റ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് x ഈക്വൽ ടു 0 മാത്രമായിരിക്കും. ബാക്കി എവിടെ നിങ്ങൾ x ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 1 വാല്യൂ ഉണ്ടാവും, പക്ഷേ ഡെൽറ്റ ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതെന്തേ വരുള്ളൂ? 0 വരത്തുള്ളൂ. ഇനി x ഈക്വൽ ടു 2 കൊടുത്താൽ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആകെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് എഫ് ഓഫ് 0 മാത്രമായിരിക്കും. ദാറ്റ് മീൻസ് എനിക്ക് എന്ത് ചെയ്യാം? ദിസ് ഈസ് എഫ് ഓഫ് 0 ടൈംസ് ഡെൽറ്റ ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ദെൻ ഡി എക്സ് ആൻഡ് ദ ഇൻ്റഗ്രൽ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ഞാൻ ഇനി പുറത്തെടുക്കുന്നു. ഇതെന്താവും? ഇൻ്റഗ്രൽ ഡെൽറ്റ ഓഫ് എക്സ് dx from -∞ to ∞. this is equal to 1. so f of 0. ഓക്കെ, അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഡെൽറ്റ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം ഡെൽറ്റ ഓഫ് എക്സ് ആണെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ്റെ വാല്യൂ മാത്രം പിക്ക് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഇത് എന്താണ്, ഡെൽറ്റ ഫംഗ്ഷനും ഒരു അനദർ ഫംഗ്ഷനും കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ കേസിൽ എന്താണ് ഡെൽറ്റ ഓഫ് എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ്? സെൻറ്റർ മീൻസ് ഫംഗ്ഷൻ പീക്ക് ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ഈക്വൽ ടു 0 അതായത് ഒറിജിനിലാണ് ഇത് പീക്ക് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ എക്സ് ഈക്വൽ ടു 0 നിന്ന് ഫംഗ്ഷനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ദിസ് ഡിഫൈൻഡ് ആസ് അറ്റ് എക്സ് ഈക്വൽ ടു എ ദിസ് ഈസ് ഇൻഫിനിറ്റി ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു എ ദിസ് ഈസ് 0 എന്ന് വെച്ചാൽ അത് പ്ലോട്ട് ചെയ്താൽ എങ്ങനെ വരും? ദാറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് 0 ആണ്. നമുക്ക് എന്ത് വരും? അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം ഈ സാധനം പീക്ക് ചെയ്യും. ഓക്കെ, ഇതാണെന്ത് നമ്മുടെ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എ. അപ്പം എനിക്ക് ആർബിട്രറി ആയിട്ട് എന്ത് ചെയ്യാം? സെൻറ്ററിനെ ട്വീക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ ഇൻ്റഗ്രൽ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇങ്ങനൊരു ഇൻ്റഗ്രൽ വന്നു, ഇൻ്റഗ്രൽ 0 to 3 എക്സ് ക്യൂബ് ഇൻറ്റു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് 2 ഡി എക്സ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ചെയ്യാൻ നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി? ഇതിനകത്ത് എക്സ് ഈക്വൽ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് നോക്കുക 0 to 3. ഓക്കെ, അപ്പം 0 മുതൽ 3 വരെയുള്ള ഓരോ വാല്യൂവിലും ആക്ച്വലി എക്സ് ക്യൂബിന് വാല്യൂസ് ഉണ്ട്. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ 0 to 3 എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ 0 കഴിഞ്ഞുള്ള എല്ലാ പോയിന്റിലെയും വാല്യൂസ് ഉണ്ട്, അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരും. പക്ഷേ അതിൻ്റെ കൂടി ഈ ഡെൽറ്റ ഫംഗ്ഷൻ കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ് ഈക്വൽ ടു 2 മാത്രമേ എന്തുള്ളൂ? ഇതിന് വാല്യൂ ഉള്ളൂ എന്നാവും. ഓക്കെ, അപ്പോൾ എന്തായി? ഇൻ്റഗ്രൽ 0 to 3 എക്സ് ക്യൂബ് ഇൻറ്റു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് 2 അത് എവിടെ മാത്രം വരും? എക്സ് ക്യൂബിൽ എക്സ് ഈക്വൽ ടു 2 മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യൂ. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളായിട്ട് 2 ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, ബാക്കിയുണ്ട് ആക്ച്വലി. എന്താണ്? ഇതൊരു ഇൻ്റഗ്രൽ വരും, പക്ഷേ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിക്കോളും? 1 ആയിട്ട് പൊക്കോളും. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പം ഡെൽറ്റ ഫംഗ്ഷൻ വന്നാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് ആ പർട്ടിക്കുലർ പോയിൻറ്റിലെ വാല്യൂ നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ദെൻ ഇനി ഡെൽറ്റ ഫംഗ്ഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത്ര നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യം മതി. ഇനി ഡെൽറ്റ ഫംഗ്ഷൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഇത്. ഡെൽറ്റ ഓഫ് കെ എക്സ് എവിടെയെങ്കിലും കണ്ടാൽ അതിന് എനിക്ക് എങ്ങനെ എഴുതാം? 1/k ഡെൽറ്റ ഓഫ് എക്സ് എന്ന് എനിക്ക് എഴുതാം. ഇത് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. വെറുതെ ഇൻ്റഗ്രലിൽ കൊടുത്ത് ഈ സാധനം പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് പ്രൂവ് ചെയ്ത് നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി. ഇത് പ്രൂവ് ചെയ്യാൻ എത്രയേ ഉള്ളൂ? ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് എടുക്കുക ഇൻറ്റു ഡെൽറ്റ ഓഫ് കെ എക്സ് എടുക്കുക, കെ എക്സ് ഡി എക്സ് എന്ന് എടുക്കുക. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കെ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് കൊടുക്കുമ്പോൾ ഡി എക്സ് എന്തായിക്കോളും? ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ കെ ആയിരിക്കും. ഈ ബൈ കെ ഇവിടെ വന്നോളൂ. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1/k ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് എന്താവും? എഫ് ഓഫ് വൈ ബൈ കെ ഇൻറ്റു ഡെൽറ്റ ഓഫ് വൈ ഇൻറ്റു ഡി വൈ എന്നായിക്കോളും. അപ്പോൾ ഇത് ഡെൽറ്റ ഫംഗ്ഷനിലേക്ക് പോകും, ഇത് എഫ് ഓഫ് 0 ആവും. അപ്പം 1/k ഡെൽറ്റ ഓഫ് വൈക്ക് ഇക്വലൻ്റ് ആയിട്ട് സാധനം മാറിക്കോളും. ഓക്കെ, അതങ്ങനെ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്തെടുക്കാം. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. നമുക്ക് ആക്ച്വലി അതല്ല നമുക്ക് വേണ്ടുന്നത്. നമുക്ക് ഇതെങ്ങനെ
ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇത് വേണ്ടുന്നത്, നമ്മളിത് പഠിച്ച് വന്നത് എന്തിനായിരുന്നു, ഡെൽ ഡോട്ട് ഓഫ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിന് നമുക്ക് വേണ്ടുന്നത് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഡെൽറ്റ ഫംഗ്ഷനെ 3 ഡയമെൻഷനിൽ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ. ഓക്കെ, ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ ആൻഡ് ഡെൽറ്റ ഇസഡ്. ഓക്കെ, ഡെൽറ്റ ഇസഡ്. ഇവിടെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ പോയിൻ്റ് ആണ്. ഓക്കെ, അതായത് 3 ഡയമെൻഷനിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഞാൻ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നത്, ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏത് പോയിൻ്റാണ്, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ മീനിങ് ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു എന്താണ്, ഇറ്റ് ഹാസ് എ വാല്യൂ വെൻ ആർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ഇസഡ്. ആർ ഈക്വൽ ടു ഇത് ഒറിജിനൽ മാത്രം, സോറി, ഇതിൻ്റെ മീനിങ് ഇതാണ് മീനിങ്. അതായത് ഇതെവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുക, ഡെൽറ്റ ഓഫ് ആർ ആണ് എന്ന് വെച്ചാൽ ആർ ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും, ആർ ഈസ് ഈക്വൽ ടു 0യിൽ ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും, ആർ നോട്ട് ഈക്വൽ ടു 0യിൽ ഇത് 0 ആയിരിക്കും. അപ്പം ഇത് ഒറിജിനലുള്ള ഡെൽറ്റ ഫംഗ്ഷൻ. ഇതേ ഡെൽറ്റ ഫംഗ്ഷൻ എനിക്ക് എന്ത് ചെയ്യാം, ഒറിജിന് പകരം എനിക്ക് ഷിഫ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ മൈനസ് എ എന്ന് പറയുന്ന വേറൊന്നും ഒരു പോയിന്റ് കൂടി കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതെവിടെയായി, ആർ മൈനസ് എ ഈക്വൽ ടു 0 ആണ്. അതായത് കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ ബ്രാക്കറ്റിൽ വരുന്ന ആൾ 0 ആവുന്നത് എവിടെയോ അവിടെ ആയിരിക്കും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുക. സോ ആർ ഈസ് ഈക്വൽ ടു എയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു എ വരുന്ന പോയിന്റിൽ ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയും ആർ നോട്ട് ഈക്വൽ ടു എയിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ ഫംഗ്ഷനെ 3 ഡയമെൻഷണൽ ഡെൽറ്റ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ഇൻ്റഗ്രൽ എനിക്ക് ചെയ്യണം. ഇൻ്റഗ്രൽ എഫ് ഓഫ് ആർ. ഓക്കെ, എഫ് ഓഫ് ആർ എന്ന് കൊടുക്കാനുള്ള കാരണം ഇവിടെ എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ, ഇസഡിൻ്റെ വാല്യൂ ഞാൻ കൊടുക്കണം. എഫ് ഓഫ് ആർ ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ മൈനസ് എ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ ഓവർ ഓൾ സ്പേസ്, അതായത് മൈനസ് ഇൻഫിനിറ്റി എല്ലാ ഡയറക്ഷനിലും പോകും. മൈനസ് എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി പോവും, ദെൻ വൈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി പോവും, ഇസഡ് പോവും. അപ്പോൾ അതാണ് ഇൻ്റഗ്രൽ ഓവർ ഓൾ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഓൾ സ്പേസ് എഫ് ഓഫ് ആർ ഡെൽറ്റ ക്യൂബ് ആർ മൈനസ് എ ഡി ടോ. ഡി ടോ മീൻസ് ഇറ്റ് ഈസ് എ വോളിയം ഇൻ്റഗ്രൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എഫ് ഓഫ് എ. ഓക്കെ, നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ആ പർട്ടിക്കുലർ പോയിന്റിൽ എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം എന്താണ്, ആർ ഈസ് ഈക്വൽ ടു എയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. നൗ നമുക്ക് ഡെൽ ഡോട്ട് എ, ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയറിനെ എങ്ങനെ എഴുതാം, ഇതൊരു റിസൾട്ടായിട്ട് പഠിച്ചു വെച്ചാൽ മതി. 4 പൈ ഡെൽറ്റ ക്യൂബ് ആർ. ആർക്കെങ്കിലും ഇതിൻ്റെ ഡെറിവേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇത് ചെയ്യുന്നത്, ഓക്കെ, ഡെൽ ഡോട്ട് ഓഫ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 പൈ ഡെൽറ്റ ക്യൂബ് ആർ എന്ന് കിട്ടും. ഓക്കെ, ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഡെൽ ഡോട്ട് ഓഫ് ആർ ബൈ ആർ സ്ക്വയർ എന്നാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഐ ഡു സംതിങ്, ഇത് ഡെൽ ഡോട്ട് സം ഫംഗ്ഷൻ എ ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യും. ദറ്റ് ഈസ് ഡെൽ ഡോട്ട് ഓവർ ഹോൾ സ്പേസ് വോളിയം ഡി ടോ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്യാം, ഓവർ എ ക്ലോസ്ഡ് സർഫസ് എ ഡോട്ട് ഡി എ എന്നെനിക്ക് ചെയ്യാം. സോ ദിസ് എ ഡോട്ട് ഡി എ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഈ കേസിൽ എന്താവും, ഓവർ എ സർക്കിൾ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു സ്ഫിയറിനെ എടുക്കും. ആർ എന്ന് പറയുന്നത് എൻ്റെ റേഡിയൽ വെക്ടറാണ്. സോ അതിന് ചുറ്റും ഒരു സ്ഫെറിക്കൽ കോർഡിനേറ്റ് എടുക്കും. സ്ഫെറിക്കൽ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ എന്ത് ചെയ്യാം, ഒരു സർഫസ് അസ്യൂം ചെയ്യാം. ഇതാണ് എൻ്റെ വോളിയം എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ സർക്കിൾ. അപ്പം ഇങ്ങനെ ഒരു എലമെൻ്റൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എലമെൻ്റൽ ഏരിയയുടെ ദാറ്റ് ഏരിയ ഡി എ ഈസ് ഈക്വൽ ടു എന്താണ്, ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ആണ്. ഓക്കെ, എലോങ് ആർ ക്യാപ്. അപ്പം ദിസ് ഡോട്ട് ഡി എ എടുക്കുമ്പോൾ എന്ത് വരും, ആർ ക്യാപ്പ് ആണ്. സോ അതേപോലെ ദ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ 1 by r square into r square sin theta d theta d phi which is equal to, I get it as എന്ത് കിട്ടും, this is equal to r square ക്യാൻസലായി നമ്മൾ ഇന്നലെ ചെയ്തതാണ് ഈ സാധനം 4 pi എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഡയറക്റ്റ് ഡെൽ ഡോട്ട് ആർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടില്ല. പകരം എന്തേ കിട്ടുള്ളൂ, വേറൊരു ആൻസർ കിട്ടത്തുള്ളൂ. പക്ഷേ ആ ഇൻ്റഗ്രലിനെ ഞാൻ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 4 pi എന്ന് കിട്ടും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ആർ ബൈ ആർ സ്ക്വയർ
ഡീറ്റോ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ എവിടെ എത്തി, 4π എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി. അല്ലെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ എഴുതുന്നു, 4π ഇൻറ്റു ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പം ഈ ഡെൽ ഡോട്ട് ആർ ബൈ ആർ സ്ക്വയറിനെ ഞാൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 4π ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ, ഡി ആർ അല്ല ഡീറ്റോ. ഓക്കെ, ഇതിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസറിൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 4π പുറത്ത് വരും, എന്ത് വരും ബാക്കി, ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ ഡീറ്റോ എന്ന് വരും. ഇതിനർത്ഥം എന്താ, എപ്പോഴും നിങ്ങൾ നമ്മുടെ ഡെൽറ്റ ഫംഗ്ഷൻ്റെ ടോട്ടൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ഇതെന്ത് വരും, ഈ റൈറ്റ് സൈഡിൽ ഇത്രയും പാർട്ട് 1 ആയിട്ട് പൊയ്ക്കോളും. 4π എന്ന് തന്നെ ആൻസർ വരും. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. സോ എനിക്ക് എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റിലുള്ള ഈ ആളെ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 4π ഇൻറ്റു ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ എന്നെനിക്ക് ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ് ഞാൻ ഈ എഴുതിയ സാധനം. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഓഫ് ആർ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡയറക്റ്റ്ലി ഡെൽറ്റ ഫംഗ്ഷൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്തുനിന്ന് നിങ്ങൾ എന്താ പറയുന്നത്, ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാടിടത്ത് ഡീൽ ചെയ്യേണ്ടി വരില്ല. ഈ ഇൻ്റഗ്രലിൽ മാത്രമേ ഈ സാധനം വരുള്ളൂ. ഇലക്ട്രോഡൈനാമിക്സിൽ അങ്ങനെ ഒരു ഇൻ്റഗ്രൽ ചെയ്യേണ്ടി വരുന്നിടത്തേ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മെയിൻലി പഠിച്ചു വയ്ക്കേണ്ടത് ഡെൽറ്റ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. അതൊരു ഇൻ്റഗ്രലിൻ്റെ കൂടെ വരുമ്പോഴുള്ള ഈ ഡെൽറ്റ ഓഫ് എക്സ് ഇൻ്റഗ്രൽ ഈ റിസൾട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ ഡെൽ ഡോട്ട് ഓഫ് ആർ ബൈ ആർ സ്ക്വയർ ൻ്റെ റിസൾട്ടും പഠിച്ചു വയ്ക്കുക. ദാറ്റ് ഈസ് 4π ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ എന്ന് പറയുന്ന ഈ റിസൾട്ട് കൂടി പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി വേറൊരെണ്ണം കൂടിയുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വാട്ട് ഈസ് ഡെൽ ഓഫ് 1 ബൈ ആർ? ഡെൽ ഓഫ് 1 ബൈ ആർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഗ്രേഡിയൻ്റ് ഓഫ് 1 ബൈ ആർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഗ്രേഡിയൻ്റ് ഓഫ് 1 ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ചുമ്മാ ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കാമല്ലോ. ഞാനത് ചെയ്യുന്നൊന്നുമില്ല. ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്, ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എ റിസൾട്ട് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്ന് എനിക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റിസൾട്ട്. ഇത് ഞാൻ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഈ സാധനം നമ്മൾ ഡെല്ല് പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഡെൽ ഓഫ് 1 ബൈ ആർ നിങ്ങൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു യു ഗെറ്റ് ആൻ ആൻസർ മൈനസ് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഈ ഇതിൻ്റെ ഡെൽ ഡോട്ട് എടുത്താൽ എന്ത് വരും, ഡെൽ ഡോട്ട് ഓഫ് മൈനസ് ആർ, അല്ലെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, ഒരു ഡെൽ ഡോട്ട് എടുക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഡെൽ ഡോട്ട് എടുത്താൽ ഡെൽ ഡോട്ട് ഓഫ് ഡെൽ 1 ബൈ ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ഓഫ് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്നൊരു ആൻസർ കിട്ടും. ഇതെന്താണ് ഡെൽ ഡോട്ട് ഓഫ് ഡെൽ? ദിസ് ഈസ് മൈ ഡെൽ സ്ക്വയർ 1 by r. So del square 1 by r is equal to minus del dot of r cap by r square ഞാൻ എന്ത് എഴുതിയ delta of r into 4π. Okay, delta cube r. Okay, that is minus 4π into delta cube of r എന്ന് പറയുന്ന മറ്റൊരു റിസൾട്ട് കൂടി കിട്ടും. ഈ റിസൾട്ട് പഠിക്കണം എന്നില്ല, ഇതെവിടെ നിന്ന് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് എഴുതിയെടുക്കാവുന്ന സാധനമേ ഉള്ളൂ. ഇത്ര റിസൾട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കൺഫ്യൂഷൻസ് ഉണ്ടാവാം, സാരമില്ല. നമുക്ക് ഈ കാൽക്കുലേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ ഫംഗ്ഷൻ അല്ല നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇ ഓഫ് ആർ എടുത്തിട്ടുണ്ട്. എന്താണ് ഇ ഓഫ് ആർ? അതായത് അറ്റ് എ പോയിൻറ്റ്, ഫീൽഡ് പോയിൻറ്റ് ഇ ഓഫ് ആറിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/4π എപ്സിലോൺ 0 ഇൻ്റഗ്രൽ ക്യൂ ബൈ. ഓക്കെ, ക്യൂവിനെ എനിക്ക് എങ്ങനെ എഴുതാം? ക്യൂവിനെ നമ്മൾ എഴുതേണ്ടത് റോ അല്ലേ? റോ എവിടെ ഇരിക്കുന്നതാണ്? ആർ ഡാഷ്. ഒന്നുകൂടെ ഞാൻ പറയാം എന്താണെന്ന് ഈ എഴുതിയിരിക്കുന്നത്. റോ ഡീറ്റോ ഡിവൈഡഡ് ബൈ ദിസ് ഈസ് സം ആർ ക്യാപ്പ്, ദാറ്റ് ഈസ് എ സെപ്പറേഷൻ വെക്റ്റർ, divided by modulus r square. Okay,
അപ്പം എന്തായിരുന്നു നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്? ഇവിടെ എനിക്കൊരു വോളിയത്തിൽ കുറച്ച് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കോർഡിനേറ്റ്സ് സെറ്റ് ചെയ്യുന്നു. കോർഡിനേറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് എൻ്റെ ഫീൽഡ് പോയിൻ്റ് എന്ന് വിചാരിക്കുക. ഇതെന്താണ്? എൻ്റെ സോഴ്സാണ്. ദിസ് ഈസ് സോഴ്സ് ആൻഡ് ദിസ് ഈസ് മൈ ഫീൽഡ് പോയിൻ്റ് എന്ന് വിചാരിക്കുക. ആ ഫീൽഡ് പോയിൻറ്റിലേക്കുള്ള വെക്ടറിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ദിസ് വെക്ടർ ഈസ് കോൾഡ് മൈ ക്യാപിറ്റൽ ആർ, അല്ലേ? സോറി, ക്യാപിറ്റൽ ആർ അല്ല, ഈ സ്മോൾ ആർ. ഓക്കെ, ദെൻ ഇവിടെ എനിക്ക് എന്തുണ്ട്? ഇവിടെ സോഴ്സ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരെണ്ണമല്ല, ഇവിടെ ഓരോ ഡീറ്റോ വോളിയൂംസ് എടുക്കുമ്പോഴും അതെല്ലാം എന്താണ്? ഓരോ ആർ ഡാഷുകളാണ്. സോ ദിസ് ഈസ് 1 ആർ ഡാഷ്. ഓക്കെ, ഇത് ആർ ഡാഷ് വെക്ടറാണ്. അത് ഈ വോളിയൂംസ് ഓരോന്ന് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ എനിക്ക് വേറൊരു വോളിയം എടുക്കാം, വേറൊരു വോളിയം എടുക്കാം, അങ്ങനെ ഓരോ വോളിയം അനുസരിച്ച് ആർ ഡാഷ് മാറിക്കൊണ്ടേയിരിക്കും. സോ അത് ഓരോന്നിലും വരുമ്പോഴുള്ള ഇൻ്റഗ്രൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് എന്ത് വന്നത്? ആർ ഡാഷ് എന്ന് പറയുന്ന സാധനം വന്നത്. ദെൻ ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പാണ് എന്ത്? മൈ സെപ്പറേഷൻ വെക്ടർ ആർ. അത് ഇങ്ങോട്ട് ഡയറക്റ്റഡ് ആയിരിക്കും, ഇത് ഇങ്ങോട്ട് ഡയറക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം ആർ ഇറ്റ് സെൽഫ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ആർ ഇറ്റ് സെൽഫ് ആർ മൈനസ് ആർ ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ ഇതാണ് നമ്മളുടെ ഇ ഓഫ് ആറിൻ്റെ എക്സ്പ്രഷൻ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഈ ഇ ഓഫ് ആറിൻ്റെ എക്സ്പ്രഷനെ ഞാൻ എന്ത് ചെയ്യണം? ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഹാവ് ടു കാൽക്കുലേറ്റ് ഇ ഓഫ് ആർ, which is equal to 1/4 pi epsilon 0 integral എന്താണ്? integral over del dot of r by r square del of r dash into d tau എന്നെനിക്ക് കിട്ടും. ഓക്കെ, this is equal to 1/4 pi epsilon 0 integral del dot of r by r square എനിക്ക് എങ്ങനെ എഴുതാം? That is the delta cube of r. ഇവിടെ ഏത് വന്നിരിക്കുന്നോ അതാണ്. അവിടെ സ്മോൾ ആർ ആയതുകൊണ്ടാണ് ഇവിടെ സ്മോൾ ആർ, അവിടെ സ്മോൾ ആർ എഴുതിയത്. ഇവിടെ ക്യാപിറ്റൽ ആർ ആണ്. സോ ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് ഇൻറ്റു ഡെൽറ്റ ഓഫ് ആർ ഡാഷ്. സോറി, ഇത് രണ്ടും കൂടെ മാറിപ്പോലെ. ഒരു സെക്കൻഡ്. ദിസ് ഈസ് റോ, ദിസ് ഈസ് ഡെൽറ്റ. ഓക്കെ, ദിസ് ഈസ് റോ ഓഫ് ആർ ഡാഷ്. ഞാൻ ഈ റോയും ഡെൽറ്റ ഏതാണ്ട് ഒരേപോലെ എഴുതി പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് റോ. സോ റോ ഓഫ് ആർ ഡാഷ്, ഓക്കെ, ആർ ഡാഷ് ഡി ടോ. ഓക്കെ, ഇങ്ങനെ എനിക്ക് റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് 1/4 pi epsilon 0. ഇവിടെ ഒരു 4 pi കൂടെ ഉണ്ടല്ലേ. ദാറ്റ് ഈസ് എൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് 4 pi. ഡെഫിനേഷൻ എങ്ങനെയായിരുന്നു? ഡെൽ ഡോട്ട് ഓഫ് ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 pi ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ എന്നായിരുന്നു അല്ലേ. അപ്പോൾ അതേ രീതിയിൽ എഴുതിയാൽ ഡെൽ ഡോട്ട് ഓഫ് ആർ ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 pi ഇൻറ്റു ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ. സോ ഒരു 4 pi കൂടെ പുറത്ത് വരും. ഇൻ്റഗ്രൽ ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ ഇൻറ്റു റോ ഓഫ് ആർ ഡാഷ് ഡി ടോ എനിക്ക് എഴുതാം. ഓക്കെ, ഇതുവരെ ശരിയാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഈ ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ എന്താണെന്ന് നോക്കാം. സോ ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ ഇൻഫിനിറ്റി എടുക്കണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? അറ്റ് ആർ ഈസ് ഈക്വൽ ടു 0 അതിനൊരു വാല്യൂ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആർ മൈനസ് ആർ ഡാഷ്. ഓക്കെ, ഇറ്റ് ഈസ് ആർ മൈനസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ആർ ഡാഷ് ആണല്ലോ. സോ ഇതിൻ്റെ മീനിങ് എന്താണ്? ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് അതിൻ്റെ മീനിങ്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാറ്റിയിട്ട് 1/4 pi, ഈ 4 pi പോയി 1/epsilon 0 ടൈംസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എവിടുത്തെ വാല്യൂ മാത്രം പിക്ക് ഔട്ട് ചെയ്യും? ഡെൽറ്റ ക്യൂബ് ഓഫ് ആറിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഡെൽറ്റ ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 0 വാല്യൂ മാത്രം പിക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പ്രത്യേകത? നമ്മുടെ ഈ പറഞ്ഞ ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഡെൽറ്റ ഓഫ് ആർ മൈനസ് ആർ ഡാഷ് എന്നാണ് ബ്രാക്കറ്റിലുള്ളതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ആ ഒരൊറ്റ പോയിന്റിലെ റോ കാൽക്കുലേറ്റ് ആ ഒരൊറ്റ പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോയാണ്. ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ, ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് മാത്രം പിക്ക് ഔട്ട് ചെയ്യും. ആർ ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആർ മൈനസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്, ഓർ ആർ ഈക്വൽ ടു ആർ ഡാഷ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മൊത്തം എനിക്ക് എന്തിലേക്ക് മാറ്റാം? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
ഇത് മാത്രം പുറത്തു വരും അല്ലേ. ഇത് മാത്രം പുറത്തു വരിക എന്ന് പറഞ്ഞാൽ റോ ഓഫ് ആർ ഡാഷ് എന്നുള്ളത് ആർ ആയിട്ട് എഴുതാം. ഓഫ് ആർ, കാരണം ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷ് എന്നുള്ള വാല്യൂ ഞാൻ പിക്ക് ഔട്ട് ചെയ്തു, ഇൻറ്റു ഇൻ്റഗ്രൽ ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ, ഓക്കെ, ഡി ടോ. ഇതെന്തായിട്ട് മാറും? ദിസ് ബിക്കംസ് 1. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് റോ. ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു? ഡെൽ ഡോട്ട് ഇ. സോ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് റോ എന്നെനിക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ഡയറക്റ്റ്ലി ആ സാധനം ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടി. ഓക്കെ, അതായത് ഗോസസ് ലോ നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഗോസസ് ലോയുടെ ഏത് ഫോമിലേക്ക് എത്തി? ഡിഫറൻഷ്യൽ ഫോമിലേക്ക് എത്തി. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ ε0 എന്ന് പറയുന്ന ഫോമിലേക്ക് എത്തി. പക്ഷേ നേരത്തെ ചെയ്തിടത്തെ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മളൊരു സ്ഫിയറിൻ്റെ സർഫസ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ജനറലി അതിൻ്റെ ഡെൽ ഡോട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. നമ്മൾ സർഫസ് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. നമ്മളാകെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ഡിറൈവ് ചെയ്ത് ഇതിലേക്ക് എത്താൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ, ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഇ ഡി ടോ എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ബൈ ε0 ഡി ടോ എന്നെഴുതാം. ഓക്കെ, ഇതെന്തായിട്ട് മാറും? ഇതിനെ എനിക്ക് എന്തെഴുതാം? ബൈ യൂസിങ് ഗോസ് ഡൈവേർജൻസ് തിയറം ഇ ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഇൻ്റഗ്രൽ റോ ഡി ടോ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ടോട്ടൽ ചാർജാണ്. സോ 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ്, ക്യൂ എൻക്ലോസ്ഡ്. ഓക്കെ, ഓക്കെ, ഇത് ആക്ച്വലി ഒരു +2 ഇതുപോലൊരു പ്രോബ്ലം ഉണ്ട്. ഒരു +2 ലെവൽ പ്രോബ്ലമാണ് ഈ സാധനം. അതായത് എ ചാർജ് ക്യൂ സിറ്റ്സ് അറ്റ് ദ ബാക്ക് കോർണർ ഓഫ് എ ക്യൂബ്. ഓക്കെ, ഒരു ക്യൂബിൻ്റെ ബാക്ക് കോർണറിൽ എന്തിരിക്കുന്നു? ഒരു ചാർജ് വെച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ ഷെയ്ഡഡ് സൈഡിലൂടെയുള്ള ഈ ഷെയ്ഡഡ് സൈഡിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണ്? വാട്ട് ഈസ് ദ ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദിസ് ഇവിടുത്തെ ഫ്ലക്സ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പ്രോബ്ലം ഒരുപാട് ടൈപ്പിൽ ചോദിക്കാം. +2ൻ്റെ ഒരു പ്രോബ്ലത്തിൽ തുടങ്ങാം സാധനം. ഓക്കെ, ഓക്കെ, +2ൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, +2ൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു 5 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു റെക്റ്റാങ്കുലർ പ്ലെയിൻ വെച്ചിരിക്കുന്നു. ഒരു സ്ക്വയർ പ്ലെയിൻ ഉണ്ട്. ആ സ്ക്വയർ പ്ലെയിനിൻ്റെ സർഫസിൽ നിന്ന് 2.5 സെൻറ്റിമീറ്റർ എബവ്. ഓക്കെ, അതായത് ഇങ്ങനെ വരും. ഫിഗർ ഒന്നുകൂടെ വരച്ചാൽ, ഓക്കെ, ഇത് നമ്മുടെ 5/5. ഇത് അവിടെ നിന്ന് 2.5 ഹൈറ്റിൽ, ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 ആണ്. 2.5 സെൻറ്റിമീറ്ററിൽ ഒരു ക്യൂ ചാർജ് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദിസ് സർഫസ്? ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അതുപോലൊരു പ്രോബ്ലം ആണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കും. അതായത് ഇതെന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബ് അങ്ങ് കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, കൺസ്ട്രക്ട് എ ക്യൂബ്, 5 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ക്യൂബിൻ്റെ സെൻറ്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ചാർജിനെ വെക്കുന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ താഴത്തെ പ്ലെയിൻ ഒന്ന് നോക്കി, ഈ താഴത്തെ പ്ലെയിൻ മാത്രം. ഈ ലോവർ പ്ലെയിൻ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ലോവർ പ്ലെയിൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ പ്ലെയിനും ചാർജും കൂടി ഇരിക്കുന്നതിൻ്റെ അതേ ഇക്വലൻ്റ് സാധനമല്ലേ? ഈ ലോവർ പ്ലെയിനും ഈ ചാർജും കൂടെ നോക്കിയാൽ. ഓക്കെ, അപ്പം ഇത് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ക്യൂബ് കൊണ്ട് അങ്ങ് കവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ ക്യൂബിൻ്റെ സർഫസ്, ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സർഫസ് ആണ്. ഓക്കെ, അതിൻ്റെ എക്സാക്ട്ലി മിഡ് പോയിൻറ്റിലാണ്, എക്സാക്റ്റ് സെൻറ്ററിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്താണ്? ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബൈ ഗോസസ് ലോ ഇറ്റ് ഈസ് Q/ε0.
അപ്പോൾ Q by epsilon 0 ആണ് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്. അപ്പോൾ ക്യൂബിൻ്റെ എല്ലാ സർഫസിലും കൂടെ 6 സർഫസിലും കൂടെ ഉള്ളതാണ് ഫ്ലക്സ് ത്രൂ 5 ത്രൂ എന്താണ് 6 സർഫസസ് ഈസ് ഈക്വൽ ടു Q by epsilon 0. അങ്ങനെയാണെങ്കിൽ ഫോർ എ സിംഗിൾ സർഫസ് ഇറ്റ് ഈസ് ഈക്വൽ ടു Q by 6 epsilon 0 എന്നെനിക്ക് കിട്ടും. അതായത് ഇത് അതിൻ്റെ സിമെട്രിക്കലി അതിൻ്റെ സെൻറ്ററിലാണ്, അതുകൊണ്ട് 6 ഫേസ് ഉണ്ട്. ഈ 6 സർഫസിലൂടെ ഉള്ള ഫ്ലക്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ 6 സർഫസിലൂടെ ഉള്ള ഫ്ലക്സ് സെയിം ആണെങ്കിൽ ടോട്ടൽ Q by epsilon 0 ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ സർഫസസിലൂടെ ഉള്ളത് Q by 6 epsilon 0 ആയിരിക്കും എന്നുള്ളൊരു പ്രോബ്ലം നിങ്ങൾ +2 ചെയ്യുന്നുണ്ട്. ഓക്കെ, +2 NCERTയിലെ ഒരു പ്രോബ്ലമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം അതിൻ്റെ വേറൊരു വെറൈറ്റി പ്രോബ്ലമാണ്. എന്താണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്യൂബുണ്ട്, ആ ക്യൂബിൻ്റെ ഒരു കോർണറിലാണ് ചാർജ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സർഫസിലൂടെ എത്ര പോകുന്നുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതൊന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ ഒന്ന് പറയൂ. നിങ്ങൾ ആരുടെയും റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. Q by 4 epsilon ആണ്. Q by 4 epsilon. ഓക്കെ, ഈ 4 എവിടെ നിന്നാണ് വന്നേ? ആ ചാർജിന്റെ 4 ഇതായിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്തൂടെ? 4 ക്യൂബ് വെച്ച് കവർ ചെയ്യുമ്പോൾ സെന്ററിലാവത്തില്ലേ? ഇത് നമ്മൾ ഓക്കെ, ഐഡിയ കറക്റ്റാണ്. പക്ഷേ അത് 4 ക്യൂബ് എങ്ങനെയാണ് വെക്കുക? 4 ക്യൂബ് വെച്ചാൽ അതെങ്ങനെ സെൻറ്ററിലാവും? അങ്ങനെ ക്യൂബ് വെക്കുന്നതിനാണ്, ആ കൺസെപ്റ്റ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതായത് നമുക്കെപ്പോഴും സിമെട്രിക് ആയിട്ടാണെങ്കിൽ മാത്രമേ ഒരു ആൻസർ പറയാൻ പറ്റൂ. അപ്പോൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ ആ എഡ്ജിലിരിക്കുന്ന ചാർജ് സെൻറ്ററിൽ വരണം. അതായത് ഒരു വലിയ ക്യൂബിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഈ എഡ്ജിലിരിക്കുന്ന ചാർജിനെ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ക്യൂബ് വെച്ചാൽ പറ്റും? നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. ഞാൻ വരച്ചാൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഉള്ളത് ഒരു ക്യൂബുണ്ട്. ആ ഐഡിയ കറക്റ്റാണ്, പക്ഷേ 4 ക്യൂബ് എന്നുള്ള എണ്ണം കറക്റ്റല്ല. 4 ക്യൂബ് വെച്ചിട്ട് പറഞ്ഞ ആൻസറിൽ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്, അത് കറക്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ഇതിരിക്കുന്നത് ഇങ്ങനെ ഒരു പോയിന്റിലാണ്. ഓക്കെ, ഈ പോയിന്റിനെ സെൻട്രലാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ടൊരു ക്യൂബ് വയ്ക്കാം. ഓക്കെ, ഇങ്ങോട്ടൊരു ക്യൂബ് വയ്ക്കാം. ദിസ് ഇസ് 1 ക്യൂബ്. ഇപ്പോൾ ഇത് സെൻട്രലായോ? ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടൊരു ക്യൂബ് വയ്ക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഒരു ക്യൂബ് വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ എനിക്ക് 4 ക്യൂബ് വെച്ചപ്പം ഇതെവിടെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇതിൻ്റെ സെൻട്രലല്ലിരിക്കുന്നത്. ഈ 4 ക്യൂബിൻ്റെയും കൂടെ വരച്ചാൽ അതിൻ്റെ ടോപ്പ് സർഫസ് ഇങ്ങനെ ഇരിക്കും, ബോട്ടം സർഫസ് ഇങ്ങനെ ഇരിക്കും, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ പോലെ വരും. ഓക്കെ, ഇതാണല്ലോ കേസ്. ഇതിൻ്റെ ടോപ്പ് മാത്രം നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അതായത് ഈ ജോയിൻസ് ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല. അതിൻ്റെ താഴെയല്ലേ ഇതിരിക്കുന്നത്, ഇവിടെ അല്ലേ ഇരിക്കുന്നത് ഇത്. ഓക്കെ, അതായത് ഇതിപ്പോഴും എന്തായിട്ടില്ല? സെൻട്രലായിട്ടില്ല. ക്ലിയർ ആയോ? അതായത് 4 ക്യൂബ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ താഴത്തെ ക്യൂബിൻ്റെ അല്ലെങ്കിൽ ആ 4 ക്യൂബിൻ്റെയും കൂടെ ഏറ്റവും ഒരു സർഫസിലായിരിക്കും ഈ ബോൾ ഇപ്പോഴും ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ചാർജ് എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, കാരണം ഇവിടെ ഇനി ഞാൻ ഒന്നുകൂടെ ചെയ്യുകയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ക്യൂബ് വയ്ക്കുന്നു. ദാറ്റ് മീൻസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഇവിടെ ഒരെണ്ണം വയ്ക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെ ഒരെണ്ണം വയ്ക്കുന്നു. ദെൻ ഇവിടെ ഒരെണ്ണം വയ്ക്കുന്നു. ഇതേപോലെ എന്ത് ചെയ്യണം? അങ്ങോട്ടെടുത്ത് അവിടെ ഒരെണ്ണം വയ്ക്കണം. സോ നൗ ഇറ്റ് ഈസ് അറ്റ് ദ സെൻറ്റർ. ഞാൻ വരച്ച പടം വളരെ മോശമാണെന്നറിയാം, എന്നൊരു ഇമേജ് കിട്ടുമെന്നറിയില്ല.
യെസ്, സംതിങ് ലൈക്ക് ദിസ്. ഇത് വേറെ എന്തിൻ്റെയോ ഫിഗറാണ്, നമുക്കത് ആലോചിക്കണ്ട. ഇതാ ഈ പിക്ചർ കാണുന്നുണ്ടാവുമല്ലോ, കണ്ടോ? ഇതുപോലെ ഒരു അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ സെൻട്രൽ എന്ത് വരത്തുള്ളൂ, അത് വരത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫിഗർ നോക്കുക, അതാ ഇതാണ് കറക്റ്റ്. കണ്ടോ? ഇത് 1 2 3 4 1 2 3 4 ഇതിൻ്റെ അകത്താണ് നമ്മുടെ സാധനം ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ കംപ്ലീറ്റ്ലി കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഇത് നോക്കുക, അതായത് ഇത് ബാക്കി പോട്ടെ, ഇതെന്തോ ക്രിസ്റ്റൽ ലാറ്റീസോ എന്താണെന്ന് തോന്നുന്നു. ഓർ എൽസ് ദിസ് വൺ. ഇതൊരു ക്യൂബ്, ഇത് ബാക്കിലത്തെ ക്യൂബ്, ഇത് ഇവിടുത്തേത് ദെൻ താഴെ ഇവിടെ. ഈ സെൻറ്ററിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. അങ്ങനെ 8 ക്യൂബ് വെച്ചെങ്കിലേ എന്താവുള്ളൂ, എനിക്ക് സംഗതി സെറ്റ് ആവുള്ളൂ. ആ വരച്ചിരിക്കുന്ന പടവും ഇതും സെയിം ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ചാർജ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യനകത്ത് ആ ചെറിയ ക്യൂബ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യനകത്ത് ആ ചെറിയ ക്യൂബ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ചാർജ് വെച്ചിരിക്കുന്ന ഇവിടെയാണ്. എന്നിട്ട് ഈ സർഫസിലൂടെ ഉള്ളത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ആ പാർട്ട് മാത്രം ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ചാർജ് ഉണ്ട്. ദെൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഈ സർഫസിലൂടെയുള്ള എത്ര ആണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതെത്രയായിരിക്കും? അപ്പോൾ നമുക്ക് നോക്കാം, ഇതേലത്തെ എത്ര സർഫസ് ഇതിനകത്തുണ്ടാവും? 1 2 3 4 ഒരു സൈഡിലുണ്ടാവും. അങ്ങനെയുള്ള എത്ര സൈഡുണ്ട്? 6 സൈഡ്. ദാറ്റ് ഈസ് 6 × 4, ദാറ്റ് ഈസ് 24 സർഫസസ്. ഇതേ സൈസിലുള്ള ഈ ഷെയ്ഡഡ് പോലെയുള്ള 24 സർഫസസ് എവിടെയുണ്ട്? ഈ 8 ക്യൂബിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ടോട്ടലി ഉണ്ട്. ആ 24 സർഫസിലൂടെയുള്ള ഫ്ലക്സ് ത്രൂ 24 സർഫസസ് ഈസ് ഈക്വൽ ടു Q/ε0. Then flux through the given surface is equal to Q/24ε0. ഓക്കെ, ഓർക്കുക, നിങ്ങൾ നേരത്തെ ആൾ പറഞ്ഞ ഉത്തരത്തിലെ മിസ്റ്റേക്കുകൾ 2 എണ്ണമായിരുന്നു. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, 4 എണ്ണം വെച്ചാൽ ഇത് സെൻട്രലാവില്ല. ഓക്കെ, അത് മനസ്സിലാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 8 എണ്ണം വെച്ചെങ്കിൽ ഇത് സെൻട്രലാവുള്ളൂ. എനിവേ ക്യൂബുകൾ അഡീഷണൽ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണം, രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് 4 ക്യൂബെന്ന് എടുത്താൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 8 Q/8ε0 എന്ന് എഴുതിയാലും എൻ്റെ ആൻസർ തെറ്റാണ്. കാരണം എന്താ, 8 എണ്ണത്തിലൂടെയുള്ള 8 വോളിയത്തിലൂടെ ഉള്ള അല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്താണ്, സർഫസിലൂടെയുള്ള ഫ്ലക്സേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അതേലത്തെ എത്ര സർഫസുകൾ ഉണ്ടെന്ന് നോക്കണം. അങ്ങനെയുള്ള ടോട്ടൽ സർഫസുകളുടെ എണ്ണം 24 ആണ്. സിമിലർ ടൈപ്പ് ഓഫ് സർഫസ്. സോ 24ലൂടെ ടോട്ടലി ഉള്ളത് Q/ε0 ആണ്. അങ്ങനെയെങ്കിൽ ഫോർ എ ഗിവൺ സർഫസ് ദിസ് ഈസ് 24/ε0. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ചോദിക്കുക, അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതാണ് ആ പ്രോബ്ലത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് കൂടി നോക്കാം. സർഫസിലത് ആയതുകൊണ്ടാണോ ആ 24 എടുത്തത്, അല്ലാതെ ആ കോർണറിലെ ആണെങ്കിൽ 8 അല്ലേ എടുക്കുന്നത്? ഒന്നുകൂടെ പറയാ ചോദ്യം. സർഫസിലത് കണ്ടുപിടിക്കാനായോണ്ടല്ലേ ഇവിടെ 24 എടുത്തത്, അല്ലാതെ ആ കോർണറിൽ മാത്രമാണ് എടുക്കുന്നെങ്കിൽ 8 വെച്ച് ചെയ്യത്തില്ലേ ആ ചാർജ്? കോർണറിലൂടെ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നുവെച്ചാൽ ആ സൈഡിലൂടെ ആണെങ്കിൽ 8 വെച്ച് എടുക്കത്തില്ലേ, 8 ക്യൂബ് വെച്ച് ചെയ്യത്തില്ലേ? എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലൂടെ മൊത്തത്തിലോ? അല്ല സാർ, ആ കോർണറിൽ ഇരിക്കുമല്ലേ ആ ചാർജ്? അതെ, ആ അവിടത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്കിലും എങ്ങനാ ഇത് തന്നെ ചെയ്യുന്നത്?
എവിടുത്തേത് കണ്ടുപിടിക്കണമെങ്കിൽ അത് അവിടെ ഒന്ന് ക്ലിയർ ആക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് അങ്ങ് ഫ്രെയിം ചെയ്ത് പറഞ്ഞാൽ എളുപ്പമായിരുന്നു. എ ചാർജ് ഈസ് പ്ലേസ്ഡ് ലൈക്ക് ദിസ് ദെൻ ഫൈൻഡ് ദ ഫ്ലക്സ് ത്രൂ. മാത്രം എവിടെ ആ ചാർജ് ഇരിക്കത്തില്ലേ, അത് അവിടത്തത് കണ്ടുപിടിക്കുന്നത് എങ്ങനാ? അല്ല, ഒരിടത്തെ ഫ്ലെക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫ്ലെക്സ് ഈ ചാർജ് ഇരിക്കുന്നിടത്തെ ഫ്ലെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സർഫസ് വേണം. ഏത് സർഫസിലൂടെ ഉള്ളത് എന്ന് ക്വസ്റ്റ്യനിൽ വേണം. സേ ഈ സർഫസ് ആണോ, ഈ സർഫസ് ആണോ, ഇതാണോ, ഏതാണെന്നുള്ളത് നമുക്ക് വേണം. അല്ലാതെ ഒരു സ്ഥലത്തെ ഫ്ലെക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു സ്ഥലത്തെ ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു സർഫസ് ആക്കാൻ വേണ്ടിയല്ലേ അത്രയും ക്യൂബ് വെച്ച് അറേഞ്ച് ചെയ്തെടുത്തത്. നമ്മള് ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചിരിക്കുന്ന സർഫസ് ആണ്, ഒരു സർഫസ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റിനകത്ത് വെറുതെ ഒരു ക്യൂബിലൂടെ ഉള്ള ഫ്ലെക്സ് എന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഫ്ലെക്സ് എന്നോ അല്ല, കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ത്രൂ ദിസ് ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ ഷെയ്ഡഡ് സൈഡ് എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അത് വെച്ചിട്ട് ക്ലോസ്ഡ് സർഫസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ +2 പ്രോബ്ലത്തിലും എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, വാട്ട് ഈസ് ദ ഫ്ലെക്സ് ത്രൂ ദിസ് സർഫസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പോയിന്റിലൂടെയുള്ള ഫ്ലെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എലമെൻ്റൽ ഏരിയ എങ്കിലും മിനിമം നമ്മൾ കൺസിഡർ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, ഈ ഡോട്ട് DA ആണ്, ദർ ഷുഡ് ബി എ DA. ഓക്കെ, ഇവിടെ നമുക്ക് DA എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ആയിട്ട് മാറിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇതിനകത്ത് ഏത് സർഫസിൻ്റെ വേണമെങ്കിലും ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അതനുസരിച്ച് നമ്മൾ ഈ ക്യൂബിനെ അറേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ സിമെട്രി അനുസരിച്ച് മാറ്റേണ്ടി വരും. ചിലപ്പോൾ ചില കേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എല്ലായിടത്തും ഗോസസ് ലോ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗോസസ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. ഓരോ കേസിൽ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, +2 ലെവൽ സാധനമാണ്. ഓക്കെ, ആദ്യം ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷനാണ് നോക്കുന്നത്. അതിനകത്ത് ആദ്യത്തേത് എന്താണ്, നമ്മൾ ഇൻഫൈനൈറ്റ്ലി നമ്മൾ +2 പഠിച്ച അതേ സാധനങ്ങളെല്ലാം പഠിക്കാനുണ്ട്. ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് യൂണിഫോം ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഇതിനകത്ത് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൻസിറ്റി, അതായത് നമുക്ക് ഗോസസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഹെഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ദാറ്റ് ഷുഡ് ബി ഇൻഫൈനൈറ്റ്. ഓക്കെ, ദാറ്റ് വയർ ഷുഡ് ബി ഇൻഫൈനൈറ്റ്. രണ്ടാമത്തത്, അത് ഇൻഫൈനൈറ്റ്ലി ലോങ്. ഓക്കെ, അത് ഒറ്റ ടൈമായിട്ട് എടുക്കാം. ദെൻ അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, ഒരു വളവോ തിരിവോ ഒക്കെ ഉള്ള വയറാണെങ്കിൽ യു കനോട്ട് കാൽക്കുലേറ്റ് ഇറ്റ് യൂസിങ് ഗോസസ് ലോ. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ യൂണിഫോം ചാർജ് ഡെൻസിറ്റി. അതിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കണം, യൂണിഫോം ആയിരിക്കണം. ഈ 3 പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, എ വയർ ഓഫ് ഫൈനൈറ്റ് ലെങ്ത്, ഫൈനൈറ്റ് സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വയർ ഓഫ് യൂണിഫോം ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ഒരു ഫൈനൈറ്റ് എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, യു കനോട്ട് അപ്ലൈ ഗോസസ് ലോ. ഓക്കെ, ദെൻ ഒരു ഒരു കർവ്ഡ് വയർ എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ, ഒരു സൈൻ വേവ് പോലെ ഒരു വേവി ആയിട്ടുള്ളൊരു വയറാണെന്ന് വിചാരിക്കുക, അവിടെയും ഐ കനോട്ട് അപ്ലൈ ഗോസസ് ലോ. ദെൻ അടുത്തത് നോൺ യൂണിഫോം ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലെങ്ത് താഴെ കൂടുതലും മേളിലേക്ക് വരുമ്പോൾ കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അവിടെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഗോസസ് ലോയെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് മേക്ക് ചെയ്യേണ്ട ഒരു നോട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, ഗോസസ് ലോ എടുത്ത് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇൻ പ്രിൻസിപ്പിൾ ഇൻ്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു Q/ε0 ആണ്. എവിടെ നിങ്ങളെടുത്താലും
ഏത് കേസിലെടുത്താലും ഇത് വാലിഡ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത് ഒരു സ്ഫിയർ ആവാം, ക്യൂബ് ആവാം, വെറുതെ നമ്മളൊരു പേപ്പർ കൊണ്ട് എന്തെങ്കിലും പൊതിഞ്ഞു വെച്ചാൽ ഒരു ഇറഗുലർ സർഫസ് ആവാം. സോ വാട്ട് എവർ ബി ദ ഷേപ്പ്, ഈ ഇക്വേഷൻ വാലിഡ് ആണ്. പക്ഷേ ഈ ഇക്വേഷനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ അത് എല്ലായിടത്തും കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, തിയറട്ടിക്കലി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഇൻ ജനറൽ പറഞ്ഞാൽ ഇത് കറക്റ്റാണ്, ഇക്വേഷൻ കറക്റ്റാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമെട്രിക് ആയിട്ടുള്ള ചില ഷേപ്പുകൾ അല്ലെങ്കിൽ സിമെട്രിക് ആയിട്ടുള്ള ചില ഫീൽഡുകളൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ കേസിൽ അത് ഇൻഫൈനൈറ്റ്ലി ലോങ്ങും യൂണിഫോം ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഒരു നോൺ യൂണിഫോം കേസാണ് നിങ്ങൾക്ക് തന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കർവ്ഡ് വയർ ആണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, ഫൈനൈറ്റ് ലെങ്ത് ആണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇ ഉണ്ട്, ഇ ഈസ് ഈക്വൽ ടു 1/4πε0 റോ ഡി ടോ ഇൻ്റഗ്രൽ റോ ഡി ടോ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. ഈ സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതാണ് എന്ത് നമ്മുടെ ആക്ച്വലി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനം ഇതാണ്. പക്ഷേ ഒരു സിമെട്രി ഉള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ഡയറക്ട്ലി യൂസിങ് ഗോസസ് ലോ. അതായത് ഗ്രിഫിത്ത് തന്നെ പറയുന്നുണ്ട്, ഈ ഇക്വേഷനോട് കൂടി ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് അവസാനിച്ചു. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എവിടെ വെച്ചായി? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 റോ ഡി ടോ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പോടുകൂടി ആയിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ കുറച്ചധികം ഈസി ടൂൾസുകളാണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ ടൂൾസ് എന്ന് തന്നെ പറയുന്നുണ്ട്. കുറച്ചധികം പുതിയ ടൂളുകളെയാണ് ഇനി അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞാൽ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആദ്യം പരിചയപ്പെടുന്ന സാധനമാണ് എന്ത്? ഗോസസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഗോസസ് ലോയുടെ പർപ്പസ് എന്താണ്? ഇതേപോലെ ഈ കാൽക്കുലേറ്റ് ചെയ്യാനാണ്, പക്ഷേ കുറച്ചുകൂടെ ഈസിയർ വേയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നൊരു സാധനം പഠിക്കും. ഈ പൊട്ടൻഷ്യൽ പഠിക്കുന്ന സമയത്തും അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം വി എന്ന് പറയുന്ന ഒരു സ്കെയിലാറാണ്. അപ്പോൾ നിങ്ങൾ ഈ വെക്ടർ അഡീഷനോ സാധനങ്ങളോ ഒന്നും വരത്തില്ല, കുറച്ചുകൂടി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെ വരുന്നത്? ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ വരിക. അതിനകത്ത് ആദ്യത്തേതാണ് ഗോസസ് ലോ. അപ്പോൾ ഗോസസ് ലോയുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ എവറി സർഫസ്, ബട്ട് പ്രാക്ടിക്കലി വി കനോട്ട് അപ്ലൈ ഇറ്റ് ഫോർ എവറി സർഫസ് ഓർ എവറി കേസസ്. ഓക്കെ, എല്ലാ കേസിലും എല്ലാ സർഫസിലും എനിക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം അത് പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം എന്തുകൊണ്ടാണ് ഇൻഫൈനൈറ്റ്ലി വേണ്ടുന്നത്, സ്ട്രെയിറ്റ് വേണ്ടുന്നത്, യൂണിഫോം ചാർജ് ഡെൻസിറ്റി വേണ്ടുന്നുള്ളത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത് എന്താണ്? So we do it something. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ലോങ് കണ്ടക്ടർ എടുക്കുന്നു, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു ലൈക്ക് ദിസ്. ഓക്കെ, ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് സം യൂഷ്വലി നമ്മൾ ചെയ്യുന്ന R അല്ലേ. ഓക്കെ, ഒരു R ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഇത് ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സാധനമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഹാസ് എ യൂണിഫോം ചാർജ് ഡെൻസിറ്റി ലാംഡ. ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനൈറ്റ് ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. ഓക്കെ, -∞ ടു +∞ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആളാണ് അതിൻ്റെ ലെങ്ത്. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രെയിറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇതിന് ചുറ്റും ഒരു ഗോസിയൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഈ ഗോസിയൻ സർഫസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് എന്ത് സർഫസ് വേണമെങ്കിലും ആർബിട്രറി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സർഫസിൽ ഇത് വാലിഡ് ആവും. ഇതിന് ചുറ്റും എനിക്ക് ഒരു റെക്റ്റാങ്കുലർ ബോക്സ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിന് ചുറ്റും എനിക്ക് ഒരു സിലിണ്ടർ എടുക്കണമെങ്കിൽ എടുക്കാം, സ്ഫിയർ എടുക്കണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ ഒരു പിരമിഡ് എടുക്കണമെങ്കിൽ എടുക്കാം. ഏതെടുത്താലും ഗോസസ് ലോ വാലിഡ് ആണ്, പക്ഷേ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ സിമെട്രി എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം.
ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാക്കാം, അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ +2 ആക്ച്വലി ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്നും പറയില്ല, കൺസിഡർ എ സർഫസ് എ സിലിണ്ടറിക്കൽ സർഫസ് എന്നങ്ങ് പറഞ്ഞു തുടങ്ങിയുള്ളൂ. നമ്മളിവിടെ എന്തുകൊണ്ട് സിലിണ്ടറിക്കൽ സർഫസ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സിലിണ്ടറിക്കൽ അല്ലാതെ ഓരോ സർഫസ് എടുത്ത് നോക്കിയാൽ എന്താണ് അതിനകത്തെ പ്രശ്നം, അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണ്ട് ചെയ്യുന്ന പരിപാടി എന്താ, ഇവിടുന്ന് ഒരു എലമെൻ്റ് എടുക്കുക, ഇവിടുന്ന് ഒരു എലമെൻ്റ് എടുക്കുക, ഈക്വൽ ലെങ്ത്തിലുള്ള 2 എലമെൻറ്റ്സ് എടുത്തു. ഓക്കെ, ഇതിന് രണ്ടിൻ്റെയും സൈസ് എന്ന് പറയുന്നത് സെയിം ആണ്, ഈക്വൽ ഡിസ്റ്റൻസിലാണ്. സേ ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള 2 എലമെൻറ്റ് ഡി എക്സ് എടുത്തു. അപ്പം ഈ ഡി എക്സ് കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ, അതെങ്ങോട്ടായിരിക്കും, ഈ ഫസ്റ്റ് ഇത് കാരണം ഇങ്ങോട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഇത് കാരണം എങ്ങോട്ടുണ്ടാവും, ഇങ്ങോട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആൻഡ് ദേ ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് പി. അപ്പോൾ ഫീൽഡ് പോയിന്റ് എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, പിയിൽ നിന്ന് രണ്ടുപേരും ഈക്വൽ ഡിസ്റ്റൻസിലായതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ആൻഡ് ഇവിടെ രണ്ട് ഇടത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഡി എക്സ് തിക്നെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാം. അപ്പോൾ ഡി എക്സ് തിക്നെസ് ആയതുകൊണ്ട് ഓക്കെ, ഇവിടുത്തെ ചാർജ് എത്രയായിരിക്കും, ലാംഡ ഡി എക്സ്. ഇവിടുത്തെ എത്ര ആയിരിക്കും, ലാംഡ ഡി എക്സ്. ലാംഡ കോൺസ്റ്റൻ്റ് ആണല്ലോ, സോ സപ്പോസ് ലാംഡ ഈസ് ഈക്വൽ ടു 5 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാർജ് എത്രയായിരിക്കും, 5 ഡി എക്സ്. ഇവിടുത്തെ ചാർജും 5 ഡി എക്സ്. അതുകൊണ്ട് ചാർജ് രണ്ടിടത്തും സെയിം ആണ്, അതുകൊണ്ട് രണ്ടിടത്തുനിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എടുത്തതിൻ്റെ അഡ്വാൻറ്റേജ് ഇനി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എനിവേ രണ്ടിടത്തും ചാർജ് സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്, സോ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ട്രെങ്ത് സെയിം ആയിരിക്കും. സോ ദ റിസൾട്ടൻറ്റ് വിൽ ബി സംതിങ് അലോങ് ദിസ് ഡയറക്ഷൻ. ഓക്കെ, എക്സാക്ട്ലി ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏതിൻ്റെ കേസിലാണ് പറയുന്നത്, മൊത്തം ചാർജും ഇല്ല, ഈ 2 പേര് മാത്രം കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, വേറൊരു ലൈൻ എലമെൻ്റ് എടുക്കുന്നു, വേറൊരു ലൈൻ എലമെൻ്റ് ഇവിടുന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ലൈൻ എലമെൻ്റ് കാരണം ഇവിടെ എന്തുണ്ട്, വേറൊരു ഫീൽഡുണ്ട്. ഓക്കെ, ആ ലൈൻ എലമെൻ്റ് കാരണമുള്ള ഫീൽഡിനെ ഞാൻ വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം, റീഡബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പം അത് കാരണം ഒരു ഫീൽഡ് ഇങ്ങോട്ടുണ്ട്, ദെൻ അതേപോലെ എനിക്ക് ഇപ്പുറത്ത് ഒരാളെ എടുക്കാൻ പറ്റും. ഓക്കെ, അതേ ഡിസ്റ്റൻസിൽ ഒരാളെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടായിരിക്കും. അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടേ വരത്തുള്ളൂ, എക്സാക്ട്ലി അലോങ് ദിസ് ഡയറക്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക. അങ്ങനെ ഇവിടുന്ന് ഒരെണ്ണം എടുത്തു, അതുപോലെ ഇവിടുന്ന് ഒരെണ്ണം എടുക്കാം, ഇവിടുന്ന് ഒരെണ്ണം എടുത്താൽ ഇവിടുന്ന് എടുക്കാം, ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുക്കാം. നമ്മൾ താഴേക്ക് മുകളിലേക്ക് ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ്ങിലി എന്തുണ്ടാവും, താഴേക്കുണ്ടാവും. ഫോർ എനി പോയിന്റ് ഇറ്റ് നീഡ് നോട്ട് ബി സിമെട്രിക്. ഇനി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് നോക്കാം. ഇതാണ് എൻ്റെ ഫീൽഡ് പോയിന്റ് എന്ന് വിചാരിക്കുക, പി. ഓക്കെ, ഇതാണ് എൻ്റെ ഫീൽഡ് പോയിന്റ് എന്ന് വിചാരിക്കും. ഇപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവും, വിചാരിക്കും ഇത് എക്സാക്ട്ലി മിഡ് പോയിന്റിന് മേളിലല്ലേ വെച്ചേക്കുന്നത്, അതുകൊണ്ടല്ലേ മേളിലേക്കും താഴേക്കും സിമെട്രിക് ആയിട്ട് എലമെൻസിനെ എടുക്കാൻ പറ്റുന്നത്. അതായത് ഇതാണ് എൻ്റെ ലൈൻ, ഇതാണ് എൻ്റെ പോയിന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അത്രയും തന്നെ എലമെൻറ്റ്സ് ഈക്വലി നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. സോ റിസൾട്ടൻറ്റ് വിൽ ബി അലോങ് ദിസ് ഡയറക്ഷൻ. ഇത് നമ്മൾ സാധാ കൂളംസ് ലോ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ വെരിഫൈ ചെയ്തതാണ്. അതായത് മിഡ് പോയിന്റിന് നേരെ മേളിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും, പക്ഷേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലോ മാറും ഫോർ എ ഫൈനൈറ്റ് ലെങ്ത്. പക്ഷേ ഇൻഫൈനൈറ്റ് ആകുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഇപ്പോൾ പറയാം. അപ്പം ഈ പോയിന്റ് നോക്കുക, ഈ പോയിന്റിൽ വരുന്ന സമയത്ത് ഞാൻ ഇതുവരെ ഉള്ളതൊക്കെ ഒന്ന് മായ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ പോയിന്റിൻ്റെ വീണ്ടും അതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇത്രയൊക്കെ മായ്ച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ മുകളിൽ ഞാനൊരു പോയിന്റ് എടുത്തു. ഓക്കെ, സോ ഇതേ ഡിസ്റ്റൻസിൽ തന്നെ എനിക്ക് ഇപ്പുറത്തും എടുക്കാം. ഇത് രണ്ടും കാരണമുള്ള റിസൾട്ടൻറ്റ് ഞാനെല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണമെന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊരെണ്ണം വരും, ഇങ്ങോട്ടൊരെണ്ണം വരും. റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കാം. ദിസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ദിസ് മച്ച് ഫ്രം ഹിയർ. അപ്പോൾ പ്രശ്നം എന്താണ്, മുകളിലേക്കുണ്ടോ? യെസ്, ഇവിടെ എന്തുണ്ട് അഡ്വാൻറ്റേജ്, മുകളിലേക്കുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻഫൈനൈറ്റ്. ആക്ച്വലി ഇതിൻ്റെ ലെങ്ത്ത് ഇൻഫൈനൈറ്റ്ലി മുകളിലേക്കുണ്ട്. അതായത് ഞാൻ ഇവിടെ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ ഇവിടെ ഉണ്ടാവും, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, അത് ചിലപ്പം ബോർഡിന് വെളിയിലാവാം, ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫൈനൈറ്റ് ലെങ്ത് ആയതുകൊണ്ട് സിമെട്രിക് ആയിട്ടുള്ള എലമെൻസിനെ തപ്പിയെടുക്കാൻ എപ്പോഴും പറ്റും.
അങ്ങനെ സിമെട്രിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. മാഗ്നിറ്റ്യൂഡ് കിട്ടിയിട്ടില്ല, ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. കണ്ടോ, ഇവിടെ എടുത്താലും ഇവിടെ ഏത് പോയിന്റിലെടുത്താലും ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ. പക്ഷേ ഫൈനൈറ്റ് ലെങ്ത് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റും തമ്മിലുള്ള വ്യത്യാസം. സോ എനിക്ക് എന്ത് വേണം? ഐ ഓൾവേസ് നീഡ് എ ഇൻഫൈനൈറ്റ് ലെങ്ത് കണ്ടക്ടർ ടു അപ്ലൈ. അപ്പോൾ ഇനി എന്ത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഓക്കെ, ഏതൊരു പോയിന്റ് എടുത്താലും ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ ഡയറക്ഷൻ കിട്ടി. ഇനി ഞാനിവിടെ ആദ്യം അപ്ലൈ ചെയ്യുന്നത്, സപ്പോസ് ഐ ആം സെറ്റിംഗ് എ ക്യൂബ്. ഓക്കെ, അതായത് ഈ നമുക്ക് ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർഫസ് എന്നേ ബേസിക്കലി മീനിങ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ക്യൂബിനകത്തൂടെ വിടുന്നു. നമ്മുടെ വയറ് എതിലേക്കൂടെ പോകുന്നത് ഒരു ക്യൂബിനകത്തൂടെയാണ് പോകുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ക്യൂബിന് എത്ര സർഫസ് ഉണ്ട്? 6 സർഫസ് ഉണ്ട്. ഈ 6 സർഫസിലൂടെയുള്ള 6 5 അല്ലെങ്കിൽ 5 1 + 5 2 എക്സെട്ര 5 6 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു Q/ε0. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ എന്തായാലും 5 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. 5 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് സർഫസ് ആദ്യം നോക്കാം. ഈ ടോപ്പ് സർഫസ്, അപ്പോൾ എനിക്കറിയാം ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും. ഈ ക്യൂബ് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഇവിടുത്തെ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടാവും. ദെൻ നേരെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പോയിൻ്റ് ആണെങ്കിൽ, ഓക്കെ, ഒരു സെക്കൻഡ്, അതായത് വയറിൽ നിന്ന് എല്ലാ സൈഡിലേക്കും എന്തുണ്ടാവും? റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, നോട്ട് ജസ്റ്റ് ദിസ് സൈഡ് വൈസ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു കൈൻഡ് ഓഫ് കോംബ് കണ്ടിട്ടില്ലേ? യൂഷ്വലി ഇങ്ങനെ കേൾ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഇതുള്ള ടൈപ്പ് ഒരു കോംബ് ഉണ്ടല്ലോ, ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? വേറെ എന്താ എക്സാമ്പിൾ പറയാം? അതിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡിലേക്കും ഒരു റേഡിയലി ഔട്ട്വേർഡ് മോഡലിൽ എന്തുണ്ടാവും? കോമ്പിൻ്റെ ബ്രഷസ് ഉണ്ടാവും. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എന്നുണ്ടാവും ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫീൽഡ് പോകുന്നത് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓക്കെ, നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഫിഗറിലേക്ക് വരിക. നിങ്ങൾക്ക് ഇവിടെ ഇതെന്ത് കിട്ടും? ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് പോകും. പക്ഷേ കുറച്ച് ഇങ്ങോട്ട് മാറിയാൽ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഫീൽഡ് എങ്ങനെയായിരിക്കും? കുറച്ച് ചരിഞ്ഞിട്ടായിരിക്കും. ഇവിടുത്തെ ഫീൽഡ് എങ്ങനെയായിരിക്കും? കുറച്ച് ചരിഞ്ഞ് ഇങ്ങോട്ടായിരിക്കും. ഇവിടുത്തെ നോക്കുക, ഒരു പോയിന്റിൽ മാത്രം പെർപെൻഡിക്കുലർ ആയിരിക്കും, വേറൊരിടത്ത് ഇങ്ങോട്ടായിരിക്കും, വേറൊരിടത്ത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടായിരിക്കും, ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങോട്ടായിരിക്കും. സോ റേഡിയലി ഔട്ട്വേർഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ സർഫസ് മാത്രം വരച്ചാൽ, സർഫസിൻ്റെ ഒരു സൈഡ് വ്യൂ വരച്ചു കഴിഞ്ഞാൽ അതിനകത്തൂടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നു. ഒരു പോയിന്റ് കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകും, ബാക്കിയുള്ളിടത്ത് ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും. ഈ ആംഗിൾ എന്ത് ചെയ്യാണ്? വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആംഗിൾ വേരി ചെയ്താലുള്ള കുഴപ്പം, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? E.ds ആണ്, ഇൻ്റഗ്രൽ E.ds. അപ്പോൾ E.ds കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എനിക്ക് എന്ത് വേണം? EDS cos θ എന്ന് പറയുന്ന ആൾ വേണം. ഓക്കെ, സോ പ്രശ്നം എന്താണ്? ഈ cos θയിലെ തീറ്റ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആ തീറ്റയുടെ വേരിയേഷൻ്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ച് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ സിമ്പിളായിട്ട് എനിക്ക് വേറൊരു കൈൻഡ് ഓഫ് സർഫസ് യൂസ് ചെയ്താൽ എനിക്ക് കണ്ടുപിടിച്ചൂടെ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതായത് ക്യൂബ് സെറ്റ് ചെയ്താലുള്ള പ്രശ്നം, ക്യൂബിൻ്റെ സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് പലതും പല ഡയറക്ഷനിലായിരിക്കും. അങ്ങനെ പലതും പല ഡയറക്ഷനിൽ പോയാലുള്ള പ്രശ്നം, എനിക്ക് ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷേ ഞാൻ അതേ സ്ഥാനത്ത് ഇതിനു പകരം ഓക്കെ എപ്പോഴും സർഫസിന് നോർമലായിട്ടിരിക്കുക, അല്ലെങ്കിൽ സർഫസിൻ്റെ അതേ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ ഞാനൊരു സർഫസ് കൺസ്ട്രക്റ്റ് ചെയ്താൽ, ഓക്കെ, അങ്ങനെ ഒരു സർഫസ് ഞാൻ കൺസ്ട്രക്ട് ചെയ്താൽ, ഓക്കെ, കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ്.
ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സിലിണ്ടർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്താൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള അഡ്വാൻറ്റേജ്, സോറി എന്നോട് അറ്റാച്ച്ഡ് ആണോ? ഓക്കെ, അപ്പോൾ എനിവേ ഇങ്ങനെ ഒരു സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്താൽ, അതായത് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ക്യൂബ് ഞാനൊരു സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീൽഡ് എങ്ങനെയായിരിക്കും? അതായത് ഇവിടെ നിന്ന് എപ്പോഴും എങ്ങനെയാണ് വരിക? റേഡിയലി ഔട്ട്വേർഡ് ആണ്. അപ്പം റേഡിയലി ഔട്ട്വേർഡ് ആണെങ്കിൽ ഉള്ള ഗുണം ഇതിങ്ങോട്ടായിരിക്കും, ഇതിങ്ങോട്ടായിരിക്കും. ഇവിടെ വരുമ്പം എക്സാക്ട്ലി ഈ സർഫസിലൂടെ തന്നെ പാസ് ചെയ്തു പോകും. അതായത് എപ്പോഴും ആ കർവ്ഡ് സർഫസിന്, ഓക്കെ, ഈ കർവ്ഡ് സർഫസിന് ലൂടെ 90 ഡിഗ്രി, സർഫസിന് 90 ഡിഗ്രി മേക്ക് ചെയ്തുകൊണ്ടായിരിക്കും ആര് പാസ് ചെയ്ത് പോവുക? ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബിക്കോസ് തീറ്റ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് തീറ്റ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ആ ഡോട്ട് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്തുപയോഗിക്കുന്നത്? ഈ പറഞ്ഞ സർഫസ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം സ്ഫിയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, സ്ഫിയറിനകത്തും എന്തുണ്ടാവില്ല? ഈ പറഞ്ഞ ഒരു സിമെട്രിക് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഈ ടോപ്പ് സർഫസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സിലിണ്ടറിന് 3 സർഫസ് ഉണ്ട്. ഞാൻ ഇതിനെ 1 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതെൻ്റെ കർവ്ഡ് സർഫസിനെ 2 എന്ന് വിളിക്കുന്നു. താഴത്തെ ഒരു പ്ലെയിൻ സർഫസ് ഉണ്ട്, ദാറ്റ് ഈസ് 3. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിൻ സർഫസിൽ നോക്കാം, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ ടോപ്പ് സർഫസിൻ്റെ, ഓക്കെ, ഞാൻ φ1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ഡോട്ട് ഡി എസ് ഓവർ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് വെച്ചാൽ ഫോർ ദ ഫസ്റ്റ് സർഫസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഓക്കെ, ഞാൻ വേറെ എടുക്കാം. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങളൊന്നും മായ്ക്കുകയാണ്. നമുക്ക് ആ ഡെറിവേഷൻ മാത്രം പഠിച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്നൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫോർ ദ ഫസ്റ്റ് സർഫസ് എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? φ1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒരു സർഫസ് എടുക്കണം. അപ്പോൾ ഈ സർഫസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു എലമെൻ്റൽ സർഫസ് എടുക്കുന്നു. എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സർഫസിനുള്ള നോർമൽ ആയിരിക്കും. അതൊരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഞാൻ എങ്ങോട്ട് എടുക്കണം? ഔട്ട്വേർഡ് എടുക്കണം. ഔട്ട്വേർഡ് ഇങ്ങനെ എടുക്കണം. ഇതാണല്ലോ എന്ത്? ഈ എൻ ക്യാപ്പ് എന്ന് ഞാൻ കൊടുത്താണ് എന്ത്? ഏരിയയുടെ ഡയറക്ഷൻ. ഇനി ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അതായത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഇവിടെ വരച്ചാൽ എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഇതാണ് ഇയുടെ ഡയറക്ഷൻ. അപ്പം ഫോർ ദ ഫസ്റ്റ് സർഫസ് ഇക്കും, ഇതാണ് എൻ്റെ സർഫസ്, ഡി എസിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? ഇ ഡോട്ട് ഡി എസ്, ഓക്കെ, ഇസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് 90 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതെന്തിനാണ്? ഫോർ ദ ഫസ്റ്റ് സർഫസ്. സോ ഇ ഡോട്ട് ഡി എസ് 0 ആയിക്കഴിഞ്ഞാൽ ഫോർ ദ ഫസ്റ്റ് സർഫസ് ദ ഫീൽഡ് ഈസ് 0. ഓക്കെ, ഇനി ഫോർ ദ സെക്കൻഡ് സർഫസ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ചെയ്യാം. തേർഡ് സർഫസും സിമിലർലി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഏരിയയുടെ ഡയറക്ഷനും ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്മിൽ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷേ കർവ്ഡ് സർഫസിലേക്ക് വരുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇത് മേക്ക് ചെയ്യുന്ന 90 ഡിഗ്രി അല്ല, ഇതാണെന്ത്? ഇയുടെ ഡയറക്ഷൻ. നമ്മുടെ ഏരിയയുടെ ഡയറക്ഷനും എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. ഓക്കെ, സോ ഡി എസ് ആൻഡ് ഇ ഹാസ് ദ സെയിം ഡയറക്ഷൻ. സോ തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, φ3 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ φ2 അല്ലേ, φ2 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എസ്. ഡോട്ട് മാറി, അവിടെ ഒരു കോസ് 0 ഉണ്ട്, ദാറ്റ് ഈസ് 1. എന്താണ് 0 വരാൻ കാര്യം? ദിസ് ഈസ് നോട്ട് 90 ഡിഗ്രി ബിക്കോസ് നമ്മൾ ഏരിയയുടെ നോർമലുമായിട്ടുള്ള ഡയറക്ഷനാണ് എടുക്കേണ്ടത്. അതാണല്ലോ ഏരിയ ഡയറക്ഷൻ. ഓക്കെ, സോ ഇ ഡി എസ് എന്ന് കിട്ടി. അപ്പോൾ ഇനി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ്? ഇ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെയാണ്. ഇനിയാണ് ഞാൻ പറഞ്ഞ നേരത്തെ. അപ്പം എന്തുകൊണ്ടാണ് ഇൻഫൈനൈറ്റ് എടുത്തത്? ഇൻഫൈനൈറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് എല്ലായിടത്തും ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കിട്ടിയത്. ഓക്കെ, ഇൻഫൈനൈറ്റ് അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കിട്ടില്ല. ഇനി രണ്ടാമത്തത്, എനിക്ക് യൂണിഫോം ചാർജ് ഡെൻസിറ്റി വേണം. എന്തിനാണ് യൂണിഫോം വേണ്ടുന്നത്? നോൺ യൂണിഫോം ആണെന്ന് വിചാരിക്കാം. നോൺ യൂണിഫോം ആണെങ്കിലുള്ള പ്രശ്നം, ഇവിടെ ചാർജ് കൂടുതലും ബോട്ടമിൽ ചാർജ് കൂടുതലും മേളിലേക്ക് വരുമ്പോൾ ചാർജ് കുറഞ്ഞും വരികയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലും, ഇങ്ങോട്ട് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞും വരും. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബിക്കംസ് എ വേരിയബിൾ. ഓക്കെ, ഒരു വേരിയബിൾ ആവും. അപ്പോൾ എൻ്റെ ഇൻ്റഗ്രലിനകത്ത് ഞാൻ ആരെയും കൊടുക്കേണ്ടി വരും? ഇ ഡി എസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഉള്ള അഡ്വാൻറ്റേജ് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെയാണ്. സോ ഇയെ പുറത്തെടുക്കാം, ഐ ക്യാൻ ഇൻ്റഗ്രേറ്റ് ഡി എസ്. സർഫസ് മാത്രം മതി. എന്ന് വെച്ചാൽ ഈ കർവ്ഡ് സർഫസിലെ ഡി എസുകളെല്ലാം എടുത്തിട്ട് ആഡ് ചെയ്തെടുക്കുക. അതെന്തായിരിക്കും? എക്സാക്ട്ലി പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ ആയിരിക്കും. അപ്പം ഈ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് L ആണെങ്കിൽ
ഈ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത് 2πr ഇൻറ്റു എൽ ആയിരിക്കും അല്ലേ. ദറ്റ് ഈസ് ഇ ഇൻറ്റു 2πr ഇൻറ്റു എൽ ആയിരിക്കും. ഓക്കെ, സോ ഐ ഗോട്ട് 5.3. ഓക്കെ, അല്ല സോറി 5.2. അപ്പോൾ ടോട്ടൽ 5 എന്ന് പറയുന്നതിൻ്റെ സമ്മാണ്. അത് ഒരിടത്തുനിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ദറ്റ് ഈസ് 2πrl എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇതെന്താണ് പറയുന്നത്, ടോട്ടൽ അല്ലേ, ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ്. അതിനകത്ത് എത്ര ചാർജ് ഉണ്ട്. സോ 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എത്രയാണ് അതിനകത്ത് വരുന്നത്, ലാംഡയാണ് ചാർജ് ഡെൻസിറ്റി എന്നുണ്ടെങ്കിൽ ലാംഡ ഇൻറ്റു എൽ ആയിരിക്കും. സോ ഐ ഗോട്ട് ദ ആൻസർ. 5 ടോട്ടലിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ഇ ഇൻറ്റു 2πrl എന്ന് കൊടുക്കാം. സോ എൽ ആൻഡ് എൽ ക്യാൻസൽഡ്. സോ ഇ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2πε0. ഓക്കെ, 2πrε0. ഓക്കെ, അപ്പം 1/rന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഫീൽഡ് കുറഞ്ഞു പോവുക. ഓക്കെ, അപ്പം നമുക്ക് സേ ഇങ്ങനെ വരച്ചാൽ, ഓക്കെ, ഇതാണ് എൻ്റെ വയറെന്ന് വിചാരിക്കുക. ദിസ് ഈസ് മൈ എക്സ് ആക്സിസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ ഫീൽഡ് കുറഞ്ഞു വരുന്നത് എങ്ങനെയായിരിക്കും, 1/rന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും. ഓക്കെ, 1/r² അല്ല, 1/rന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും ദൂരേക്ക് പോകുമ്പോൾ ഫീൽഡിൻ്റെ വേരിയേഷൻ. ഓക്കെ, ദിസ് ഈസ് മൈ ദിസ് ആക്സിസ് ഈസ് ഇ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരുന്നത് ഇതിന് പ്രൊപ്പോർഷൻ. ഇത് ഡിസ്റ്റൻസ് ഫ്രം ദ വയർ അനുസരിച്ച് ഇതിങ്ങനെയായിരിക്കും കുറഞ്ഞു വരിക. സോ ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πrε0 എന്നെനിക്ക് ആൻസർ കിട്ടും. ഇനി അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആർ ക്യാപ്പ് ആണ്. അതായത് ഇവിടുന്ന് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും എന്ന് കാണിക്കാനാണ് ആർ ക്യാപ്പ് എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇനി വളഞ്ഞു തിരികെ ചെയ്താൽ എന്ത് സംഭവിക്കും, സ്ട്രെയിറ്റ് അല്ലാണ്ട് ഈ വയർ ഇങ്ങനെയാണെങ്കിൽ എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇവിടത്തേക്ക് ഇലക്ട്രിക് ഫീൽഡിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ സിമെട്രിക്കലി എനിക്ക് എടുക്കുമ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. സോ അവിടെയും എന്ത് പ്രശ്നം വരും, ഈ പറയുന്ന നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇത് എടുക്കുന്നത്. എപ്പോഴും ഇൻഫൈനൈറ്റ്ലി ലോങ്, സ്ട്രെയിറ്റ് ആൻഡ് യൂണിഫോം ഡെൻസിറ്റി എന്നെടുക്കുന്നത്. ഇങ്ങനെ എടുത്തെങ്കിലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ അടുത്തത് ഇൻഫിനിറ്റ്ലി ലാർജ് ഷീറ്റ് എടുക്കാറുണ്ട്. ഓക്കെ, അവിടെ എടുക്കുന്ന സമയത്തും നമുക്ക് എന്ത് വേണം, നമുക്ക് എടുക്കുന്ന ഫീൽഡ് നമ്മളിവിടെ എടുക്കുന്നത് ഒന്നുകിൽ നമ്മൾ ഇങ്ങനൊരു ഫിഗർ പഠിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനൊരു സിലിണ്ടർ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർഫസിലൊരു ഇങ്ങനൊരു ബോക്സ് എടുക്കാം. ഈ ബോക്സ് ഇങ്ങോട്ടും ഉണ്ടാവും, ഇതിൻ്റെ അടിയിലേക്കും ഉണ്ടാവും. ഓക്കെ, ഇത് കട്ട് ചെയ്ത് പോകുന്ന ഒരു ബോക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിനകത്തൂടെ പോകുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ തന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇൻഫൈനൈറ്റ്ലി ലാർജ് ആക്കും. അപ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്, നിങ്ങൾ ഇവിടെ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സിമെട്രിക്കലി ഇവിടെ ഒരു എലമെൻറ്റ് ഉണ്ടാവും, അത് തമ്മിൽ ഫീൽഡ് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. ദെൻ ഇവിടെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന് സിമെട്രിക്കലി ഇവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞ് ഇതിന് ചുറ്റും ഒരു റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഫീൽഡ് നേരെ മേളിലോട്ടായിരിക്കും. ഇതുപോലെ ഇവിടെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് നേരെ മേളിലേക്ക് തന്നെ ആയിരിക്കും. സോ എത്ര സർക്കിൾസ് വേണമെങ്കിലും എനിക്ക് എടുക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്ലി ലാർജ്. സോ ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ അടുത്ത ദിവസം ചെയ്യാം. പിന്നെ സ്ഫിയർ, പല തരത്തിലുള്ള സ്ഫിയറുകളുണ്ട്. യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ, നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ഉണ്ട്, കണ്ടക്റ്റിംഗ് സ്ഫിയർ ഉണ്ട്, സ്ഫെറിക്കൽ ഷെല്ലുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ദെൻ ഓക്കെ, അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. പിന്നെ നമുക്ക് അവിടുന്ന് പൊട്ടൻഷ്യലി ആ പ്രോബ്ലംസും കൂടെ ചെയ്തിട്ട് നമുക്ക് പൊട്ടൻഷ്യലിലേക്ക് പോകാം. ഓക്കെ, ഇതുവരെ ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വെച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് പറഞ്ഞതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ആരോ ഏതോ ഒരു പ്രോബ്ലം ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2.7 എന്തോ അല്ലേ, 2.7 എന്താ, അത് നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു ആക്റ്റീവ് ഡിസ്കഷൻ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, മീൻസ് ഡൗട്ടുകളുടെയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനൊരു ഇതുണ്ടാവും, ഒരു ക്ലാസ് റൂം ഫീൽ ഉണ്ടാവും. അത് നമുക്ക് നോക്കാം, ചെയ്യണം. 2.7 ആയിരുന്നു. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ 2.7 നമുക്ക് നോക്കാം, ചെയ്ത് നോക്കണം എനിക്കത്. ഓക്കെ, ആക്ച്വലി അതുവരെയൊക്കെയുള്ള ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് അതിനകത്തുനിന്ന് 1-2 പ്രോബ്ലം കൂടെ അടുത്ത ദിവസം ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ അത് ഡിസ്കസ് ചെയ്യാമെങ്കിൽ കൊള്ളാം. നിങ്ങൾ കിട്ടിയതിൻ്റെ സൊല്യൂഷൻ എല്ലാവരും ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. അതിനകത്ത് എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രോബ്ലം ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹലോ ആലിയ. ഹലോ. കേൾക്കാം പറഞ്ഞു. പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ഗ്രൂപ്പിൽ ഇട്ടിരുന്നാലും മതി. ഓക്കെ, അത് നിങ്ങൾക്ക് ആക്ച്വലി നമുക്കത് ഞാനിപ്പോൾ പറയാതെ നമുക്കത് 2 രീതിയിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ അതിൻ്റെ ഒരു സിമിലർ പ്രോബ്ലം ആക്ച്വലി നമ്മൾ ചെയ്തു. അതിൻ്റെ പ്രോബ്ലം എങ്ങനെയായിരുന്നു? സോ 2 ചാർജ് Q ആൻഡ് Q, ദേ ആർ പ്ലസ്. ഓക്കെ, പ്ലസ് Q. ഈ പ്ലസ് ക്യൂവിൻ്റെ നടുവിൽ ഒരു -Q വെച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് തന്നെ പോരും. ഇത് ലെഫ്റ്റിലേക്ക് പോയാൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ ആക്ച്വലി ഒരു സാധനം ഓസിലേറ്റ് ചെയ്യുമെന്ന് അറിയാൻ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഏത് കേസിലായാലും ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് Q, ഞാൻ സെൻറ്ററിൽ ഒരു -Q കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഇത് റീസ്റ്റോർ ചെയ്യുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ റീസ്റ്റോർ ചെയ്യുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണോ അതിനെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടത് അത് ഡിസ്പ്ലേസ് ചെയ്ത് നോക്കുക. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ച് റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ -Q ഇവിടെ വന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കുറഞ്ഞു, ഈ ഡിസ്റ്റൻസ് കൂടി. പക്ഷേ ഇത് മൈനസും ഇത് പ്ലസ്സും ആയതുകൊണ്ട് ഇത് അട്രാക്റ്റീവാണ്. സോ ഇങ്ങോട്ട് ഇത് അട്രാക്റ്റ് ചെയ്യും, ഇങ്ങോട്ടും ഇത് അട്രാക്റ്റ് ചെയ്യും. പക്ഷേ റൈറ്റിലേക്കുള്ള അട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ, ഇങ്ങോട്ടുള്ള കുറവാണ്, ബിക്കോസ് ഓഫ് ദ ഡിസ്റ്റൻസ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താലും കറക്റ്റായിട്ട് ആൻസർ കിട്ടും. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്? റൈറ്റിലേക്കുള്ള ഇതാണ് കൂടുതൽ, ലെഫ്റ്റിലേക്കുള്ളത് ആണ് കുറവ്. അപ്പോൾ എഫക്റ്റീവ്ലി എങ്ങോട്ട് തന്നെ വരും? റൈറ്റിലേക്ക് തന്നെ ആയിരിക്കും ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് റൈറ്റിലേക്കാണ്, ഞാൻ കൊടുത്ത ഡിസ്പ്ലേസ്മെൻറ്റും റൈറ്റിലേക്കാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്ത അതേ ഡയറക്ഷനിൽ തന്നെ ഫോഴ്സും വന്നാൽ ഇറ്റ് ഈസ് നോട്ട് എ റീസ്റ്റോറിങ് ഫോഴ്സ്. റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ട് കൊടുക്കുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കണം ഫോഴ്സ്. ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഓസിലേഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളിടത്ത് ഫോഴ്സിൻ്റെ സൈൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വരണം. ഫോഴ്സിൻ്റെ സൈൻ മൈനസ് വന്നെങ്കിലേ m×d²x/dt² = എന്ന് വന്നെങ്കിലേ ഇതിപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവത്തുള്ളൂ, SHMൻ്റെ ഇക്വേഷനിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ഇത് രണ്ടും പ്ലസ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ SHM. ഓക്കെ, അപ്പം ഈ കേസിൽ നമ്മൾ ഹൊറിസോണ്ടൽ ഓസിലേഷൻസ് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്? വെർട്ടിക്കൽ ഓസിലേഷൻസ് ആണ്. നമ്മൾ ഒരു പ്രോബ്ലം അപ്പം നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് ചിലപ്പോൾ മനസ്സിലായേക്കും. നമ്മൾ ആക്ച്വലി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്ന് വെർട്ടിക്കലിയാണ് ഡിസ്പ്ലേസ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ പൊസിഷൻ. ഇവിടെയാണ് ഞാൻ -Qനെ വെക്കുന്നത്. -Qനെ ഇവിടെ വെക്കുന്ന സമയത്ത് -Qനെ ഈ +Q എന്ത് ചെയ്യും? ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? നേരെ താഴേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത് എങ്ങോട്ടായിരുന്നു? ഇതിനെ Y ഡയറക്ഷൻ എന്ന് ഞാൻ വിളിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ Y ക്യാപ്പിലാണ് ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തത്. ഫോഴ്സ് എങ്ങനെയായിരിക്കും? -Y ക്യാപ്പിലായിരിക്കും. അതേപോലെ ഇത് താഴേക്ക് വരുമ്പോൾ ഇത് ഇവിടെ വന്നാൽ എന്ത് സംഭവിക്കും? -Q ഇവിടെ വരുമ്പോൾ ഇത് ഇങ്ങോട്ട് പിടിക്കും, ഇത് ഇങ്ങോട്ട് പിടിക്കും. ഇത് എഫക്റ്റീവ്ലി എങ്ങോട്ട് പോകും? മേളിലേക്ക് പോകും. ഇങ്ങനെ ഒരു ഓസിലേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് Y മുകളിലേക്ക് കൊടുക്കുമ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ടു കാൽക്കുലേറ്റ് ദ നെറ്റ് ഫോഴ്സ് ഓൺ -Q നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു ജനറലി QE എന്ന് നമ്മൾ പറയും. ഈ കേസിൽ Q ആയതുകൊണ്ട് -QE എന്ന് എഴുതാം.
ഇനി ഒന്ന് നോക്കുക, നമ്മൾ നേരത്തെ ഒരു സാധനം ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 പോസിറ്റീവ് ചാർജസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിൻറ്റിന് നേരെ മുകളിലുള്ള ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനെ -q കൊണ്ട് അത് നിങ്ങൾക്ക് അന്നേരം കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരുന്നായിരുന്നു, നേരെ മേളിലേക്കാണെന്നാണ്. അതിനെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്താവും, നേരെ താഴേക്കാവും. സോ യു ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ എഫ്. അന്നേരം ആ ഇക്വേഷൻ എടുത്തിട്ട്, ആ പഴയ ഇക്വേഷൻ എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, എഫ് ഈസ് ഈക്വൽ ടു -QE എന്നുള്ള സാധനം അപ്ലൈ ചെയ്യുക. സോ യു ഗെറ്റ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ദെയർ. ആ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷനകത്ത് ഒരു കാര്യം കൂടി ചെയ്യണം. ലെറ്റ് ദ y ഡിസ്പ്ലേസ്മെൻറ്റ് y ഡിസ്പ്ലേസ്മെൻറ്റ് ഞാനത് ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു സെക്കൻഡ്. അതേ കിടക്കുന്നു സാർ, ഇന്നലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. 2z ആയിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നെടുത്തത്. 2z/z² പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ റേസ് ടു 3/2 z cap എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ QE എന്ന് പറയുമ്പോൾ എന്താവും, -q ഇൻറ്റു ക്യാപിറ്റൽ Q ബൈ 4πε0 ഇൻറ്റു 2z/z². എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, z, അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഓസിലേഷൻ നടക്കുന്നത് സ്മോൾ ഓസിലേഷൻസ് ആണ് എടുക്കും. അപ്പോൾ z² എനിക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. z² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും, -QQ ബൈ 4πε0 d/2 ദ ഹോൾ സ്ക്വയർ. ഈ d/2 എന്താ വരാൻ കാരണം, ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പിനെ ഞാൻ d എന്ന് വിളിച്ചതുകൊണ്ടാണ്. 2D ആയിരുന്നെങ്കിൽ ഇതെന്തായതിന്, സിംഗിൾ d ആയതിന്. ഞാൻ അങ്ങനെ ആക്കി മാറ്റിയിട്ടാണ് ഇതിനെ d ആക്കിയത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, -QQ ബൈ 4πε0 2z/d³ എന്ന് കിട്ടും സിമ്പിളായിട്ട്. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സോ ഇത് ഈസ് ഈക്വൽ ടു m ഇൻറ്റു d²x/dt² വിത്ത് എ മൈനസ് സൈൻ. സോ ഒമേഗ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് എന്ന് കിട്ടും. 2QQ ബൈ 4πε0 d³ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ പോയിന്റിലെ ഫോഴ്സ് അറിഞ്ഞാൽ, ഇത് വേറെ ഒരുപാട് കേസുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊരു ക്വസ്റ്റിനോടെ നോക്കിക്കോട്ടെ. ഇതിലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, 1-2 പ്രോബ്ലം കൂടെ ഞാൻ തരാം. സോ ഇത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് അതേപോലെ ഗ്രൂപ്പിൽ ഇടുന്ന നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ഇതിപ്പം ഇതുപോലെ എടുത്ത് ഗ്രൂപ്പിലിടാം. ഐ മീൻ ഞാൻ പലപ്പോഴും റഫ് വർക്കായിട്ടാണ് ചെയ്യുക. നിങ്ങളാരെങ്കിലും ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടിടാമെങ്കിൽ അതായിരിക്കും ഭംഗി. ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ d/2 എങ്ങനെ d ആയി എന്നൊന്നും ആൻസർ കിട്ടത്തില്ല. ഓക്കെ, ഞാനതിൻ്റെ ഹിൻ്റ് എന്നുള്ള രീതിയിലിടാം, അതായിരിക്കും എളുപ്പം തോന്നും. നോക്കാം. അതേപോലെ സർ, ചോദിച്ചു, രണ്ട് പോസിറ്റീവ് ചാർജിന്റെ നടുക്ക് ഒരു നെഗറ്റീവ് ചാർജ് വെച്ചാലും ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാലും അത് ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഓഫ് കോഴ്സ് അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും, പക്ഷേ അത് 2 കൈൻഡ് ഓഫ് ഇക്വിലിബ്രിയം ആയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ മീനിങ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നൊരു ടൈമാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ F net ഈസ് ഈക്വൽ ടു 0. അതായത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആയാൽ മതി അത് ഇക്വിലിബ്രിയത്തിലാവാൻ. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കാം, ഇതൊരു ഒരു ഹിൽ ടോപ്പാണെന്ന് വിചാരിക്കാം. ഈ ഹിൽ ടോപ്പിൽ ഇത് കറക്റ്റ് ഒരു കർവാണെന്ന് വിചാരിക്കാം. ഇവിടെ എനിക്കൊരു ബോളിനെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, ബോളിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്, നേരെ താഴേക്കാണ്, ബാലൻസ്ഡ് ആയിട്ട് ഇത് ഇവിടെ തന്നെ ഇരിക്കും, നോ പ്രോബ്ലം. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി താഴേക്കാണ്, ഇതിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ മുകളിലേക്കാണ്. ഓക്കെ, സോ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് അവിടെ ഇരുന്നോളും. ഇനി ഇതേ സ്ഥാനത്ത് ഞാനൊരു ഒരു 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 ബൗൾ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഇതേപോലൊരു വയ്ക്കുന്നു, ഒരു ബോളിനെ വെക്കുന്നു. ഓക്കെ, അപ്പം ഇതും എന്ത് ചെയ്യും, ഇവിടുന്ന് താഴേക്കാണ് ഫോഴ്സ്, മേളിലേക്ക് നോർമൽ റിയാക്ഷൻ, 2 പേരും ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ ഇഫ് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ത് പറയാം, അവിടുത്തെ ഇക്വിലിബ്രിയത്തിലാണെന്ന് ഉറപ്പായിട്ടും പറയാം. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേറൊരു രീതി കൂടി എഴുതാം. dv/dx ഈക്വൽ ടു -dv/dx എന്ന് ആരെ എഴുതാം, എഫിനെ എഴുതാൻ പറ്റും.
വിച്ച് ഈസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ്, ഇക്വിലിബ്രിയമാണ്. പക്ഷേ ഈ രണ്ട് ഇക്വിലിബ്രിയവും കൂടെ, ഇതും ഇക്വിലിബ്രിയമാണ്, ഇതും ഇക്വിലിബ്രിയമാണ്. ഈ രണ്ട് ഇക്വിലിബ്രിയം തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ റൈറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും, ഈ ഹില്ലിലൂടെ അങ്ങ് താഴേക്ക് പോകും. ഇവിടെ പിന്നെ തിരിച്ചു വരത്തില്ല. അല്ല, ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് ഇങ്ങോട്ടിങ്ങ് പോകും. പക്ഷേ ഇയാളുടെ പ്രത്യേകത എന്താ, ഞാൻ റൈറ്റിലേക്ക് കൊടുത്താലും അയാൾ തിരിച്ചു വരും, ഇയാൾ ഇതെന്ത് ചെയ്യും, ലെഫ്റ്റിലേക്ക് കൊടുത്താലും തിരിച്ച് അതേ പോയിന്റിൽ വരും. സോ ദിസ് ഈസ് കോൾഡ് ആൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ദിസ് ഈസ് കോൾഡ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഇക്വിലിബ്രിയം തന്നെയാണ്. ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്, ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. ഇനി അത് നമ്മുടെ ചാർജിൻ്റെ കേസിൽ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. രണ്ട് പോസിറ്റീവ് ചാർജ്, അതിനിടയിൽ എക്സാക്ട്ലി മിഡ് പോയിന്റിൽ ഒരു പോസിറ്റീവ് ചാർജ്. സേ ഇത് ക്യൂ, ഇത് ക്യൂ, ഇത് ക്യാപിറ്റൽ ക്യൂ. സോ ദ നെറ്റ് ഫോഴ്സ് ഈസ് 0, എഫ് ഈസ് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഇത് റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്താൽ തിരിച്ചിവിടെ വരും, ഇത് ലെഫ്റ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്താൽ തിരിച്ചിവിടെ വരും. ദാറ്റ് മീൻസ് ഇതെന്താണ്, ദിസ് ഈസ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കുക, പ്ലസ് പ്ലസ് മൈനസ് ക്യൂ. ഇവിടെ എന്താണ്, ഇവിടുത്തെ ഫോഴ്സ് 0 ആയിരിക്കും, പക്ഷേ ഇത് റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടങ്ങ് പോകും, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് പോകും. സോ ഇതെന്താണ്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. സോ ജനറലി അത് രണ്ട് ഇക്വിലിബ്രിയം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് തന്നെ ആൻസർ ചെയ്യേണ്ടി വരും. കാരണം ആ ഇക്വിലിബ്രിയത്തെ തീരുമാനിക്കുന്നത് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ അത് ഏത് കൈൻഡ് ഓഫ് ഇക്വിലിബ്രിയം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേബിൾ എന്നും അൺസ്റ്റേബിൾ എന്നും നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പം ഇത് എനിക്ക് തോന്നുന്നു ഗേറ്റിന് ചോദിക്കും. ഒരു ഫംഗ്ഷൻ വി ഓഫ് എക്സ് തന്നിട്ട് അത് ഇക്വിലിബ്രിയം ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു x1 x2 പോയിൻറ്റ്സ് കിട്ടും. അതിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം, അതിൻ്റെ ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് എന്ന് വിളിക്കാം. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0, ഡി സ്ക്വയർ വി ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. അതായത് നിങ്ങൾക്കറിയാം, ഒരു കർവ് ഇങ്ങനെ ഉണ്ട്, ഒരു വി ഓഫ് എക്സ് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിനിമ കാണിക്കുന്നത് സ്റ്റേബിൾ എന്നും ഇത് അൺസ്റ്റേബിൾ എന്നാണ്. ഈ ഇക്വേഷൻ എന്താണ്, ഒരു എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് മാക്സിമ ഏത് മിനിമ ഏത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പഠിക്കുന്നുണ്ട്. സോ ഈ സാധനം ഫിസിക്സിലേക്ക് വരുമ്പം എക്സ്ട്രീമ എന്നുള്ളത് ഇക്വിലിബ്രിയമായിട്ട് മാറും, മിനിമ എന്നുള്ളത് സ്റ്റേബിൾ ഇക്വിലിബ്രിയമായിട്ട് മാറും. ദെൻ മിനിമ എന്നുള്ളത് സ്റ്റേബിൾ ഇക്വിലിബ്രിയവും മാക്സിമ എന്നുള്ളത് അൺസ്റ്റേബിളായിട്ട് മാറും. ആക്ച്വലി അതാണ് ഈ ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0യും ലെസ് ദാൻ 0യും. ഈ പ്രോബ്ലംസ് ഗേറ്റിന് ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ വർഷം തൊട്ട് ഗേറ്റ് തേർഡ് ഇയർ കഴിയുന്നവർക്ക് BSc-കാർക്ക് എഴുതാൻ പറ്റും. അപ്പം ഗേറ്റിനൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, ഇത് ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാണ് ഈ സ്റ്റെബിലിറ്റി അനാലിസിസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇത് രണ്ടും ഇക്വിലിബ്രിയത്തിലാണ് പെടുക. ഓക്കെ.